ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതപോത്ര പരമോ നിർമ്മൽസരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേദേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ
ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. രാവിലെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ മറന്നിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് അതിൻ്റെ ആൾക്കാരെ ഓർമ്മിപ്പിച്ചത്. ഇന്ന് അതിന് പോയി. അതാണ് ഉച്ചവരെ അതിന് പെട്ടുപോയി. അപ്പോൾ ക്ലാസ് വൈകുന്നേരം മാത്രം. നാളെയും ഇതുപോലെ രാവിലെ ഒരു പ്രോഗ്രാമുണ്ട്. ഒരു ക്ഷേത്രത്തിലാണ്. പാലക്കാട് കേരളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടുന്ന് എനിക്ക് ഒരു 35 കിലോമീറ്റർ ഉണ്ട്. രാവിലെ 9 മണിക്കാണ് ഫംഗ്ഷൻ. അത് കഴിഞ്ഞ് തിരിച്ചെപ്പോഴാണ് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. അവിടെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനവാർഷികവും അതിനോടനുബന്ധിച്ച് ഒരു നമ്മുടെ തന്നെ ഓൺലൈനിലൊക്കെ സ്റ്റുഡൻറ്റും എന്നാൽ കോളേജിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുള്ളവരുമായിട്ടുള്ളൊരു അധ്യാപിക ഒരു ദശാവതാര ചിത്ര പെയിൻറ്റിങ് അത് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നതിൻ്റെ അനാച്ഛാദനം അത് എന്നെയാണ്. അപ്പോൾ അത് നാളെ രാവിലെ ഒരു 9 മണിക്ക് ശേഷമാണ്. ഈ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ആണ്. അപ്പം അത് കഴിഞ്ഞിട്ടേ തിരിച്ചു വരൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ കേരളശ്ശേരി പരിസരത്തുള്ളവരുണ്ടെങ്കിൽ അവിടെ വരാം. ഏതാ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ ഒരു മഹാദേവ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ മറന്നു. ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് അയച്ചാൽ ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള റൂട്ടൊക്കെ അയച്ചു തരാം. നാരായണ. അപ്പോൾ നാളെ രാവിലെയും അവിടെ പരിപാടിയാണ്. വൈകുന്നേരം ക്ലാസ് ഉണ്ടാവുള്ളൂ. ഓക്കെ. അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. നാരായണ. ശരി, നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് തിരിച്ചു വരാം. ഭാഗവത ജ്ഞാനഗംഗ നവമസ്കന്ധത്തിലെ 18-ാം അധ്യായം. യയാതി ചരിതം
നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചു. അതിൻ്റെ തുടർച്ച 18-ാം അധ്യായത്തിലെ 23-ാം ശ്ലോകം വരെയാണ് പറഞ്ഞതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള 23 വരെ പറഞ്ഞു. തുടർന്നുള്ള ഭാഗം പറയണം. 51 ശ്ലോകങ്ങളാണുള്ളത്. കഥയായതുകൊണ്ട് നമുക്ക് വേഗം പറയാം. നാളെ ബാക്കിയുള്ള അടുത്ത അധ്യായത്തിലും യയാതിചരിതം തുടരുന്നുണ്ട്. അത് വളരെ ഇത്തിരി ഗംഭീരമായിട്ടുള്ളതാണ്. 29 ശ്ലോകങ്ങളേ ഉള്ളൂ. അത് നാളെ വൈകുന്നേരത്തോടെ തീരുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. അപ്പോൾ നമുക്ക് 18-ാം അധ്യായം വായിക്കാം. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ 18-ഓധ്യായഃ. ശ്രീശുക ഉവാച. യതിർയയാതി സംയാതിഃ ആയതിർവിയതി കൃതിഃ ഷഡിമേ നഹുഷസ്യാസന് ഇന്ദ്രിയാണീവ ദേഹിനഃ. രാജ്യം നൈച്ഛദ്യതി പിത്രാ ദത്തം തത്പരിണാമവിത് യത്ര പ്രവിഷ്ടഃ പുരുഷഃ ആത്മാനം നാവബുധ്യതേ. പിതരിഭ്രംശിതേ സ്ഥാനാദ് ഇന്ദ്രാണ്യാ ദർശനാദ്വിജൈഃ പ്രാപിതേ അജഗതത്വം വൈ യയാതിർ അഭവൻ നൃപഃ. ചതസൃഷ്വാദിശദ്ദിക്ഷു ഭ്രാതॄൻ ഭ്രാതായവീയസഃ കൃതദാരോ ജുഗോപോർവീം കാവ്യസ്യ വൃഷപർവണഃ. രാജോവാച. ബ്രഹ്മർഷിർഭഗവാൻ കാവ്യഃ ക്ഷത്രബന്ധുശ്ച നാഹുഷഃ രാജന്യവിപ്രയോഃ കസ്മാദ് വിവാഹ പ്രതിലോമകഃ. ശ്രീശുക ഉവാച. ഏകദാ ദാനവേന്ദ്രസ്യ ശർമ്മിഷ്ഠാ നാമ കന്യകാ സഖീ സഹസ്രസംയുക്താ ഗുരുപുത്ര്യാ ച ഭാമിനി ദേവയാന്യാ പുരോദ്യാനെ പുഷ്പിതദ്രുമസങ്കുലേ വ്യചരത്കളഗീതാളി നളിനീ പുളിനേ അബലാ. താ ജലാശയമാസാദ്യ കന്യാഃ കമലലോചനാഃ തീരേന്യസ്യ ദുകൂലാനി വിചക്രുഃ സിഞ്ചതീർമിദഃ. വീക്ഷ്യ വ്രജന്തം ഗിരിശം സഹ ദേവ്യാ വൃഷസ്ഥിതം സഹസോത്തീര്യ വാസാംസി പര്യദുർവ്രീഡിതാ സ്ത്രിയഃ. ശർമ്മിഷ്ഠാ ജാനതി വാസോ ഗുരുപുത്ര്യാഃ സമവ്യയത് സ്വീയം മത്വാ പ്രകുപിതാ ദേവയാനീതമബ്രവീത്. അഹോ നിരീക്ഷ്യതാമസ്യാഃ ദാസ്യാഃ കർമ്മ ഹ്യസാമ്പ്രതം അസ്മദ്ദാര്യം ധൃതവതി ശുനീവ ഹവിരദ്വരേ. യൈരിദം തപസാ സൃഷ്ടം മുഖം പുംസഃ പരസ്യ യേ ധാര്യതേ യൈരിഹ ജ്യോതിഃ ശിവഃ പന്ഥാശ്ച ദർശിതഃ. യാൻ വന്ദന്ത്യുപതിഷ്ഠന്തേ ലോകനാഥ് ആസുരേശ്വരാഃ ഭഗവാനപി വിശ്വാത്മാ പാവന ശ്രീനികേതനഃ. വയം തത്രാപി ഭൃഗവഃ ശിഷ്യോസ്യാനഃ പിതാസുരഃ അസ്മദ്ധാര്യം ധൃതവതി ശൂദ്രോ വേദമിവാസതി. ഏവം ശപന്തീം ശർമ്മിഷ്ഠാ ഗുരുപുത്രീമഭാഷത രുഷാശ്വസന്ത്യുരംഗീവ ധർഷിതാ ദഷ്ടദച്ഛത. ആത്മവൃത്തമവിജ്ഞായ കഥസേ ബഹുഭിക്ഷുകി കിം ന പ്രതീക്ഷസേ അസ്മാകം ഗൃഹാൻ ബലിഭുജോ യദാ. ഏവം വിധൈഃ സുപരുഷൈഃ ക്ഷിപ്ത്വാചാര്യസുതാം സതീം ശർമ്മിഷ്ഠാ പ്രാക്ഷിപത്കൂപേ വാസ ആദായ മന്യുനാ. തസ്യാം ഗദായാം സ്വഗൃഹം യയാതിർമൃഗയാം ചരൻ പ്രാപ്തോ യദൃച്ഛയാ കൂപേ ജലാർത്ഥീ താം ദദർശഃ. ദത്വാ സ്വമുത്തരം വാസഃ തസ്യൈ രാജാ വിവാസസേ ഗൃഹീത്വാ പാണിനാ പാണിം ഉജ്ജഹാര ദയാവരഃ. തം വീരമാഹ ഔശനസീ പ്രേമ നിർഭരയാ ഗിരാ രാജൻ ത്വയാ ഗൃഹീതോ മേ പാണിഃ പരപുരഞ്ജയ.
ഹസ്തഗ്രാഹോ അപരോ മാഭൂത് ഗൃഹീതായാസ്ത്വയാ ഹി മേ ഏഷ ഈശകൃതോ വീര സംബന്ധോ നൗ ന പൗരുഷഃ യദിദം കൂപലഗ്നായാഃ ഭവതോ ദർശനം മമ ന ബ്രാഹ്മണോ മേ ഭവിതാ ഹസ്തഗ്രാഹോ മഹാഭുജ കജസ്യ ബാർഹസ്പത്യസ്യ ശാപാദ്യം അശപം പുരാ യയാദി അനഭിപ്രേതം ദൈവോപഹൃതം ആത്മനഃ മനസ്തു തദ്ഗതം ബുദ്ധ്വാ പ്രതിജഗ്രാഹ തദ്വജഃ ഗതേ രാജനി സാ വീരേ തത്ര സ്മരുദതീ പിതുഃ നിവേദയത്തത സർവമുക്തം ശർമ്മിഷ്ഠയാ കൃതം ദുർമനാ ഭഗവാൻ കാവ്യഃ പൗരോഹിത്യം വിഗർഹയൻ സ്തുവൻ വൃത്തിം ച കാപോതീം ദുഹിത്രാസയയൗ പുരാത് വൃഷപർവാ തമാജ്ഞായ പ്രത്യനീക വിവക്ഷിതം ഗുരും പ്രസാദയൻ മൂർധ്നാ പാദയോഃ പതിതഃ പതി ക്ഷണാർദ്ധമന്യുർഭഗവാൻ ശിഷ്യം വ്യാചഷ്ട ഭാർഗവഃ കാമോസ്യാഹ ക്രിയതാം രാജൻ നൈനാം തെക്തുമിഹോത്സഹേ തദേത്യവസ്ഥിതേ പ്രാഹ ദേവയാനി മനോഗതം പിത്രാ ദത്താ യതോ യാസ്യേ സാനുഗാ യാതു മാമനു സ്വാനാം തൽസങ്കടം വീക്ഷ്യ തദത്തസ്യ ച ഗൗരവം ദേവയാനീം പര്യചരത് സ്ത്രീസഹസ്രേണ ദാസവത് നാഹുഷായ സുതാം ദത്വാ സഹ ശർമ്മിഷ്ടയോശന തമാഹരാജൻ ശർമ്മിഷ്ടാമാദാഹ തൽപേ ന കർഹിച്ചിത് വിലോക്യൗശനസീം രാജൻ ശർമ്മിഷ്ടാ സപ്രജാം ക്വചിത് ത്വമേവ വവ്രേരഹസി സഖ്യാഃ പതിം ഋതൗ സതീ രാജപുത്ര്യാർത്തിതോപത്യേ ധർമ്മം ചാവേക്ഷ്യ ധർമ്മവിത് സ്മരൻ ശുക്രവച കാലേ ദിഷ്ടമേവാഭ്യപദ്യത യദും ചതുർവസും ചൈവ ദേവയാനി വ്യജായത ദ്രുഹ്യം ജാനും ച പൂർവം ച ശർമ്മിഷ്ടാ വാർഷപർവണി ഗർഭസംഭവമാസുര്യാ ഭർത്തുർവിജ്ഞായമാനിനി ദേവയാനി പിതൃഗേഹം ജയൗ ക്രോധവിമൂർച്ഛിത പ്രിയാം അനുഗതകാമീ വചോഭിരുപമന്ത്രയൻ ന പ്രസാദയിതും ശേഖേ പാദസംവാഹനാദിഭിഃ ശുക്രസ്തമാഹ കുപിതഃ സ്ത്രീകാമാനൃതപൂരുഷ ത്വാം ജരാവിശദാം മന്ദ വിരൂപകരണീ നൃണാം. യയാതിരുവാച അതൃപ്തോസ്മി അദ്യ കാമാനാം ബ്രഹ്മൻ ദുഹിതരിസ്മത്തെ വ്യത്യസ്യതാം യഥാ കാമം വയസാ യോഭിദാസ്യതി ഇതി ലബ്ധവ്യവസ്ഥാനഃ പുത്രം ജ്യേഷ്ഠം അവോചത യതോ താത പ്രതീക്ഷേ മാം ജരാം ദേഹി നിജം വയഃ മാതാമഹ കൃതാം വത്സ ന തൃപ്തോ വിഷയേഷ്വഹം വയസാ ഭവതി യേന രംസ്യേ കതിപയാഃ സമാഃ. യദുർവാച നോത്സഹേ ജരസാസ്താതും അന്തരാ പ്രാപ്തയാ തവ അവിദിത്വാ സുഖം ഗ്രാമ്യം വൈതൃഷ്ണ്യം നൈതി പൂരുഷഃ. തുർവസുശ്ചോദിതഃ പിത്രാ ദ്രുഹ്യുശ്ച അനുശ്ച ഭാരത പ്രത്യാചക്യുർ അധർമ്മജ്ഞാഃ ഹ്യനിത്യേ നിത്യബുദ്ധയഃ. അപൃച്ഛത്തനയം പൂരും വയസോനം ഗുണാധികം ന ത്വം അഗ്രജവദ്വത്സ മാം പ്രത്യാഖ്യാതുമർഹസി. പൂരുരുവാച കോ नु ലോകേ മനുഷ്യേന പിതുരാത്മകൃതഃ പുമാൻ പ്രതികർത്തും ക്ഷമോ യസ്യ പ്രസാദാദ് വിന്ദതേ പരം. ഉത്തമശ്ചിന്തിതം കുര്യാത് പ്രോക്തകാരീ തു മധ്യമഃ അധമോ അശ്രദ്ധയാ കുര്യാത് അകർത്താ ഉച്ഛരിതം പിതുഃ. ഇതി പ്രമുദിതഃ പൂരുഃ പ്രത്യഗൃഹ്ണാജ്ജരാം പിതുഃ. സോപി തദ്വയസാ കാമാൻ യഥാവജ്ജുജുഷേ നൃപ. സപ്തദ്വീപവതി സമ്യക് പിതൃവത് പാലയൻ പ്രജാഃ. സപ്തദ്വീപപതി സമ്യക് പിതൃവത് പാലയൻ പ്രജാഃ. യഥോപജോഷം വിഷയാൻ ജുജുഷേ അവ്യാഹതേന്ദ്രിയഃ. ദേവയാന്യപ്യനുദിനം മനോവാഗ്ദേഹവസ്തുഭിഃ പ്രേയസഃ പരമാം പ്രീതിം ഉവാഹ പ്രയസീരഃ.
അയജത്യജ്ഞപുരുഷം ക്രതുഭിർഭൂരി ദക്ഷിണൈഃ സർവദേവമയം ദേവം സർവവേദമയം ഹരിം യസ്മിന്നിദം വിരചിതം വ്യോംനീവ ജലദാവലിഃ നാനേവ ഭാതി നാഭാതി സ്വപ്നമായ മനോരഥഃ തമേവ ഹൃദി വിന്യസ്യ വാസുദേവം ഗുഹാശയം നാരായണം അണീയാംസം നിരാശീഃ അയജത് പ്രഭും ഏവം വർഷസഹസ്രാണി മനഃഷഷ്ഠൈർമനസുഖം വിദധാനോ വിനാ തൃപ്യത സാർവഭൗമകതീന്ദ്രിയൈഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ അഷ്ടാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം. ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഇപ്പോ പുരൂരവസിന്റെ വംശം, അതിൽ മൂത്തപുത്രനായ നഹുഷന്റെ വംശം ആണ് ഈ 18-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നത്. നമ്മൾ ആരംഭിച്ചു. ഇന്നലെ 23 ശ്ലോകങ്ങൾ കണ്ടു. നഹുഷന്റെ കഥ ചുരുക്കി പറഞ്ഞിരുന്നു ഇടയിൽ, അല്ലേ? വളരെ പ്രഗത്ഭനായിരുന്നിട്ടും സിദ്ധനൊക്കെ ആയിരുന്നിട്ടും ദേവേന്ദ്ര പദവി വരെ എത്തിയിട്ടും അഹങ്കാരം കൊണ്ട് ഉരകമായി പതിച്ച, അജകരമായി പതിച്ച അദ്ദേഹത്തിന്റെ കഥ. അപ്പൊ അദ്ദേഹത്തിന് 6 പുത്രന്മാർ. ഷഡിമേ യതി യയാതി സംയാതി ആയതി വിയതി കൃതി. എങ്ങനെയാണോ ഒരു ദേഹിക്ക് 5 ഇന്ദ്രിയങ്ങളും മനസ്സും വിധേയമായിരുന്നാൽ അയാൾ സന്തുഷ്ടനായിരിക്കും പോലെ നല്ല വിധേയരായിട്ടുള്ള 6 മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. മൂത്തപുത്രനായ യതി വിരക്തനായിരുന്നു, രാജ്യഭാരം ഇച്ഛിച്ചില്ല. അതിന്റെ വരുംവരായികളെ കുറിച്ച് ചിന്തിച്ച് അച്ഛൻ രാജ്യം കൊടുക്കാൻ തുനിഞ്ഞിട്ടും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയി. അപ്പോ പിന്നീട് നഹുഷന്റെ ആ ഭ്രംശത്തിന് ശേഷം അദ്ദേഹം സ്വർഗാധിപതിയും പിന്നീട് ഉരകവുമായി തീർന്നതിനു ശേഷം യയാതി രാജ്യഭാരം ഏറ്റെടുത്തു. മറ്റ് 4 അനുജന്മാരെ 4 ദിക്കിന്റെ അധിപന്മാരാക്കി തീർത്തു. അങ്ങനെ അദ്ദേഹം കാവ്യന്റെയും വൃഷപർവാവിന്റെയും മക്കളെ ഭാര്യമാരുമാക്കി തീർത്തു. ഭൂമിയെ മുഴുവൻ പരിപാലിച്ചു എന്ന് ചുരുക്കി പറഞ്ഞു. കാവ്യൻ ശുക്രാചാര്യര്, വൃഷപർവാവ് അസുരന്മാരുടെ അന്നത്തെ രാജാവ്. അപ്പൊ ഇതിന് വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് രാജാവ് ചോദ്യം ചെയ്തു. കാരണം പ്രതിലോമമായിട്ടുള്ള വിവാഹം എങ്ങനെ സംഭവിച്ചു? ശുക്രാചാര്യ ബ്രാഹ്മണൻ, നാഹുഷൻ അഥവാ നഹുഷപുത്രനായിട്ടുള്ള യയാതി ക്ഷത്രിയൻ. അപ്പൊ ഇവർ തമ്മില് ബ്രാഹ്മണ സ്ത്രീയും ക്ഷത്രിയ പുരുഷനുമായിട്ടുള്ള വിവാഹം പ്രതിലോമമാകുന്നു. മറിച്ചാണെങ്കിൽ അനുലോമം. ബ്രാഹ്മണ പുരുഷനും ക്ഷത്രിയ സ്ത്രീയുമായിരുന്നെങ്കിൽ അത് അനുകൂലമാണ്, അനുലോമമാണ്. ബ്രാഹ്മണ വിവാഹം ഏറ്റവും ഉത്തമം, ക്ഷത്രിയ വിവാഹം ഉത്തമം. ബ്രാഹ്മണ പുരുഷൻ ക്ഷത്രിയ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതും ഉത്തമം തന്നെ. അതിനൊക്കെ അനുലോമം എന്ന് പറയുന്നു. ഇത് അതിന് വിപരീതമായത് പ്രതിലോമം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രതിലോമ വിവാഹം ഉണ്ടായത് എന്ന് ചോദിച്ചു. അതിനാണ് ഈ യയാതിയുടെ ചരിത്രം വിസ്തരിച്ച് പറയുന്നു.
ഒരിക്കൽ ദാനവേന്ദ്രനായ വൃഷപർവാവിന്റെ മകള് ശർമ്മിഷ്ഠ എന്ന കന്യക 1000ഓളം സഖിമാരുമായി ഗുരുപുത്രിയോടും കൂടി ആ പുരത്തിലെ പുഷ്പലതാദികൾ നിറഞ്ഞു നിൽക്കുന്ന കളഹംസങ്ങളും വണ്ടുകളുമെല്ലാം നാദം ചെയ്യുന്നതായിട്ടുള്ള ഒരു ജലാശയത്തിന്റെ തടത്തിൽ അവര് ചരിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അവര് ജലാശയത്തില് കുളിക്കാനിറങ്ങുന്നു. വസ്ത്രങ്ങളെല്ലാം കരയ്ക്ക് അഴിച്ചുവെച്ച് ആ സമയത്ത് അവർ ക്രീഡിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാദേവൻ ഋഷഭവാഹനനായി പാർവതീസമേതനായി അതിലേ പോകുന്നു. മഹാദേവനെ കണ്ട് എല്ലാവരും വേഗം കരയ്ക്ക് കയറി ലജ്ജയോടുകൂടെ അവരുടെ വസ്ത്രങ്ങളെല്ലാം വാരി വലിച്ചുടുക്കുന്നു. ആ കൂട്ടത്തില് നമ്മുടെ ശർമ്മിഷ്ഠ എന്ന രാജകുമാരി ദേവയാനി എന്ന ശുക്രാചാര്യരുടെ മകളുടെ വസ്ത്രം എടുത്ത് പെട്ടെന്ന് അറിയാതെ ധരിച്ചു പോകുന്നു. ഇതിൽ ബ്രാഹ്മണ അഭിമാനം ധാരാളമുള്ളവളായിട്ടുള്ള അഹങ്കാരിയായിരുന്ന ദേവയാനി ശർമ്മിഷ്ഠയെ വളരെയധികം നിന്ദിക്കുന്നത് നമ്മൾ ഇന്നലെ ഒരു 3-4 ശ്ലോകങ്ങളിലായിട്ട് കണ്ടു. ബ്രാഹ്മണരുടെ മാഹാത്മ്യം ഭഗവാൻ വിഷ്ണു പോലും അംഗീകരിച്ചിരിക്കുന്നതാണ്. ബ്രാഹ്മണരുടെ പാദസ്പർശമേറ്റാണ് വിഷ്ണു പോലും പവിത്രനായി തീർന്നിരിക്കുന്നത്. ലക്ഷ്മീദേവി അദ്ദേഹത്തിന്റെ മാറിടത്തിൽ പിരിയാതിരിക്കുന്നത് ആ ഭൃഗുവിന്റെ പാദസ്പർശം കൊണ്ടാണെന്നുള്ളതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള വചസ്സുകളെല്ലാം പറഞ്ഞു. ലോകനാഥന്മാർ പോലും ഏതൊരു ബ്രാഹ്മണരെയാണോ വന്ദിക്കുന്നത്, അങ്ങനെയുള്ള അതും ഭൃഗുവംശ ജാതനായിട്ടുള്ള എന്റെ അച്ഛന്റെ ശിഷ്യനല്ലേ നിന്റെ അച്ഛൻ, അങ്ങനെയുള്ള നീയ് ഞാൻ ധരിക്കേണ്ട വസ്ത്രത്തെ ധരിച്ചു, ശൂദ്രൻ വേദത്തെ ധരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നായ യജ്ഞത്തിലെ ഹവിസ് അപഹരിച്ചു കൊണ്ടുപോകും പോലെ എന്നൊക്കെ പല വളരെ നീചമായിട്ടുള്ള ഉപമകളൊക്കെ പ്രയോഗിച്ചു. അപ്പോ ഇങ്ങനെയൊക്കെ കേട്ടതായിട്ടുള്ള സമയത്ത് ശർമ്മിഷ്ഠയും രാജകുമാരിയാണ്, രജോ ഗുണം നല്ലോണമുണ്ട്, അവളും കോപിച്ചുകൊണ്ട് ചുണ്ട് കടിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ അവളും പറഞ്ഞു, പാമ്പ് ചവിട്ടേറ്റ പാമ്പ് ശ്വസിക്കും പോലെ ഋഷാ ശ്വസന്തി ഉരംഗീവ ദർശിത ദഷ്ടതച്ചത. അപ്പോ അവളെന്താ പറഞ്ഞത്? ആത്മവൃത്തം അവിജ്ഞായ കത്തസേ ബഹുഭിക്ഷുകി കിന്ന പ്രതീക്ഷസേ അസ്മാകം ഗൃഹാൻ ബലിഭുജോയത. നീ എങ്ങനെ കഴിഞ്ഞുകൂടണത് എന്ന് ഓർക്കാതെ നീ വൃഡ്ഢിത്തരം പറയണു അല്ലേ? ഭിക്ഷുകി, പിച്ചക്കാരി, നീയും നിന്റെ അച്ഛനൊക്ക ഞങ്ങളുടെ വാതിൽക്കൽ ബലിക്കാക്കകള് ഭക്ഷണത്തിന് കാവൽ നിൽക്കും പോലെ കാവൽ നിന്നിട്ട് ഞങ്ങൾ ഇട്ടു തരുന്ന ഭിക്ഷ കഴിച്ചല്ലേ കഴിയുന്നത്, അത് മറന്നോ എന്നിങ്ങനെ പരുഷമായി പറഞ്ഞുകൊണ്ട് അവളുടെ വസ്ത്രത്തെയും ഉരിഞ്ഞു വാങ്ങിച്ച് അവളെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയും വിട്ട് നടന്നുപോയി. അങ്ങനെ ദേവയാനി പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന സമയത്താണ് ഈശ്വരേച്ഛയ, എതിർച്ചയ എന്ന് പറഞ്ഞാൽ ഈശ്വരേച്ഛയ, യയാതി രാജാവ് നായാട്ടിന് ആ വഴിക്ക് വന്നത്. ഭാഗ്യത്തിന് ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, ബാക്കി കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. വന്നപ്പോ ഈ വെള്ളം അന്വേഷിച്ച് വന്ന് ഈ പൊട്ടക്കിണറ്റിലേക്ക് നോക്കിയപ്പോൾ അതിനകത്ത് വിവസ്ത്രയായ ഒരു സ്ത്രീ യുവതി കിടക്കുന്നു. ഉടനെ തന്നെ തന്റെ ഉത്തരീയം അഴിച്ച് അവൾക്ക് വസ്ത്രദാനം ചെയ്തു അല്ലെ, പുടവ കൊടുത്തു. പോരാത്തതിന് അവൾക്ക് പാണിഗ്രഹണം ചെയ്ത് കൈ പിടിച്ച് കരയ്ക്ക് കയറ്റുകയും ചെയ്തു. അതോടുകൂടിയിട്ട് അവൾ പറഞ്ഞു, പ്രേമഗദ്ഗതയ പ്രേമനിർഭരയാകിര, പ്രേമം നിറഞ്ഞ ഭാവത്തോടുകൂടെ അവൾ പറയണ, രാജൻ ത്വയാ ഗൃഹീതോ മേ പാണിഹി പരപുരഞ്ജയ. അല്ലയോ രാജാവേ, ശത്രുക്കളുടെ പുരങ്ങളെ ജയിക്കുന്നവനെ വീരനായ അങ്ങ് എന്റെ കൈ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ എന്റെ കൈ പിടിക്കാനിടയുണ്ടാവരുത്. ഹസ്തഗ്രാഹോ അപരോ മാഭൂത് ഗൃഹീതായാസ്ത്വയാ ഹിമേ. എന്റെ കൈ അങ്ങയാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് വേറൊരാൾ ഇനി വന്ന് പിടിക്കാൻ ഇടയുണ്ടാക്കരുത്. ഇത് ഈശ്വര നിശ്ചയമാണ്. ഏഷഹ ഈശകൃതോ വീര സംബന്ധോ നൗ. നമ്മൾ തമ്മിലുള്ള ഈ സംബന്ധം ഈശകൃതമാണ്. ന പൗരുഷ, ഇത് പുരുഷനിർമ്മിതമല്ല, മനുഷ്യനിർമ്മിതമല്ല. അപ്പോ അല്ലെ, ഈശ്വരൻ ചേർത്ത് വെക്കുന്നതിനെ മനുഷ്യരായിട്ട് പിരിക്കരുത്. യദിദം
കൂപലഗ്നായ ഭവതോ ദർശനം മമ. ഈ കിണറ്റ് കിടക്കുന്ന എനിക്ക് അല്ലെങ്കിൽ അങ്ങയെ കാണാൻ കിട്ടുമോ? ഈശ്വരനാണ് അങ്ങയെ കൊണ്ടുവന്ന് തന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. എനിക്കൊരു ബ്രാഹ്മണന്റെ ഭാര്യയാവാനുള്ള വിധിയില്ല. എന്നെ ആ കചൻ ശപിച്ചിട്ടുണ്ട്. ന ബ്രാഹ്മണോ മേ ഭവിത ഹസ്തഗ്രാഹോ മഹാഭുജ കചസ്യ ബാർഹസ്പത്യസ്യ ശാപാദ്യം അശപം പുര. ഞാൻ കചനെ എന്റെ ദേഷ്യത്തിന് അങ്ങോട്ട് ശപിച്ചപ്പോൾ ആ കചൻ എന്നെ ശപിച്ചത് ഇങ്ങനെയാണ്: നിന്നെ ഒരു ബ്രാഹ്മണൻ വിവാഹം കഴിക്കാതെ പോകട്ടെ എന്ന്. അപ്പൊ അങ്ങ് തന്നെയാണ് എന്റെ ഈശ്വര നിശ്ചയപ്രകാരമുള്ളതായിട്ടുള്ള നാഥൻ എന്ന് യയാതിയെ മനസ്സാ എല്ലാം കൊണ്ടും വരിച്ചു. അപ്പോ യയാതി അനഭിപ്രേതം ദൈവോപഹൃതമാത്മനഃ. ആത്മനഃ അനഭിപ്രേതം, തനിക്കത് അഭിപ്രായമില്ലെങ്കിലും ഈ പ്രതിലോമ വിവാഹം വലിയ ഒരു നല്ല കാര്യമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ട്. എങ്കിലും ദൈവോപഹൃതം, ഈശ്വരനാൽ കൊണ്ടുവരപ്പെട്ടതല്ലേ എന്ന് കരുതി. മാത്രമല്ല മനസ്തു തൽഗതം ബുദ്ധ്വാ, തന്റെ മനസ്സ് അവളിൽ ഗമിച്ചിരിക്കുന്നു. അവളോട് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള അനുരാഗമോ വാത്സല്യമോ ഏതോ ഒരു സ്നേഹമെല്ലാം തോന്നുന്നു. അപ്പൊ അത് ഈശ്വര നിശ്ചയമാണ്, പൂർവജന്മാന്തര ബന്ധമാണ്. തീർച്ചയായിട്ടും ഇവളെ താൻ കൈവടിയാൻ പാടുള്ളതല്ല എന്നുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ടായി. തദ്വചഃ പ്രതിജഗ്രാഹ, അവളുടെ വാക്കിനെ സ്വീകരിച്ചു. പറഞ്ഞു, നിന്റെ അച്ഛൻ സമ്മതപൂർവം നിന്നെ എനിക്ക് പാണിഗ്രഹണം ചെയ്തു തരികയാണെങ്കിൽ ഞാൻ നിന്നെ വിവാഹം ചെയ്തു കൊള്ളാം എന്ന് വാക്കുകൊടുത്ത് അദ്ദേഹം മടങ്ങിപ്പോയി കൊട്ടാരത്തിലേക്ക്. അവിടെ നിന്നാണ് കഥ തുടരുന്നത്. 24-ാം ശ്ലോകം. ഗതേ രാജനിസാ വീരേ തത്ര സ്മരുദതീ പിതുഃ നിവേദയത് സർവം ഉക്തം ശർമ്മിഷ്ഠയാ കൃതം. ഗതേ രാജനിസാ വീരേ തത്ര സ്മരുദതീ പിതുഃ നിവേദയത് സർവമുക്തം ശർമ്മിഷ്ഠയാ കൃതം. കഥ തുടരുന്നു. രാജനി സാ വീരേ ഗതേ. രാജനി, രാജൻ ശബ്ദത്തിന്റെ സപ്തമിയാണ് രാജനി. ഗതേ പോയപ്പോൾ എന്നാണ്, പോയതായ സമയത്തിങ്കൽ എന്നുള്ള സതിസപ്തമി പ്രയോഗം. അപ്പോ വീരനായ, വീരഹ എന്നുള്ളതിന്റെ സപ്തമി വീരേ, അപ്പൊ എല്ലാം സപ്തമിയിൽ പ്രയോഗിച്ചു. വീരഹ രാജാ ഗതഃ ആണ് പ്രഥമ, അതിന്റെ സപ്തമി അയാൾ പോയപ്പോൾ. അപ്പൊ ആ വീരനായ രാജാവ് യയാതി പോയതായിട്ടുള്ള സമയത്ത് സാ തത്രസ്മ രുദതി പിതുഃ നിവേദയത് തതഃ സർവമുക്തം ശർമ്മിഷ്ഠയാ കൃതം. സാ രുദതി, അവള് കരഞ്ഞുകൊണ്ടാണ് അച്ഛന്റെ അടുത്തേക്ക് പോയത്. ശുക്രാചാര്യന്റെ അടുത്തേക്ക് ചെന്നു. രുദതി തതഃ, പിന്നീട് ശർമ്മിഷ്ഠയാ ഉക്തം കൃതം സർവം പിതുഃ നിവേദയത്. ശർമ്മിഷ്ഠയാൽ എന്തെല്ലാം പറയപ്പെട്ടുവോ, നമ്മൾ ഭിക്ഷക്കാരാണത്രേ, നമ്മൾ അവരുടെ വീട്ടിൽ കാക്കകളെ പോലെ കാവലിരിക്കുകയാണത്രേ, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അച്ഛാ, ഇനി നമ്മൾ ഈ ഭിക്ഷാന്നം കഴിച്ചുകൊണ്ട് ഈ കാക്കയെ പോലെയോ പട്ടിയെ പോലെയോ ഇവരുടെ വാതിൽക്കൽ കാവൽ കിടക്കണോ? മതിയാക്കു അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും വേണ്ടതരെല്ലാം എരിവും പുളിയും ചേർത്ത് ആ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ശർമ്മിഷ്ഠയാ കൃതം ഉക്തം സർവം നിവേദയത്, എല്ലാം അച്ഛനോട് ചെന്ന് നിവേദനം ചെയ്തു, അച്ഛനെ അറിയിച്ചു. ഉടനെ ഇതെല്ലാം കേട്ടിട്ട് ആ ശുക്രാചാര്യർക്ക് മനസ്സ് വല്ലാതെ നൊന്തു, വല്ലാതെ ഒരു പീഡിതനായി എന്ന് പറയും. അതാണ് ദുർമനാ ഭഗവാൻ കാവ്യ പൗരോഹിത്യം വിഗർഹയൻ സ്തുവൻ വൃത്തിംശ്ച കാപോതീം ദുഹിത്രാസയയൗ പുരാത്. ദുർമനാ ഭഗവാൻ കാവ്യ പൗരോഹിത്യം വിഗർഹയൻ സ്തുവൻ വൃത്തിം ച കാപോതീം ദുഹിത്രാസയയൗ പുരാത്. അപ്പോ ദുർമനാ ഭഗവാൻ കാവ്യ, ഭഗവാൻ കാവ്യ ഇവിടെ സർവജ്ഞനാണെങ്കിലും
ആ കാവ്യൻ ശുക്രാചാര്യ ദുർമനാ അഭവത്, അദ്ദേഹം ദുർമനസ്സായി എന്ന് വെച്ചാല് ദുഃഖത്തോടു കൂടിയ മനസ്സായി, പീഡിതനായി എന്നർത്ഥം. വല്ലാതെ നോവുണ്ടായി അദ്ദേഹത്തിന്, മകൾക്ക് ഉണ്ടായ ഈ ഒരു മാനഹാനി. അത് തനിക്കും കൂടിയിട്ടാണല്ലോ, കാരണം തന്നെയും കൂടി ഇവിടുത്തെ ഭിക്ഷക്കാരനായിട്ടാണല്ലോ പറഞ്ഞത്. ഇവിടെ ബലിബുക്കുകളെ പോലെ കാവൽ കിടക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞപ്പോ ഒന്ന് ഹേർട്ടായി. അതോടുകൂടി ദുർമന അഭവത്. ഉടനെ പൗരോഹിത്യം വിഗർഹയെന്ന്, അദ്ദേഹത്തിന്റെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പൗരോഹിത വൃത്തി, പൗരോഹിത്യം, അതിനെ ഗർഹയന്, ഇത് നിന്ദ്യമാണ്, നാണം കെട്ട പണിയാണിത്, അല്ലെ, വേണ്ടിയിരുന്നില്ല ഈ പൗരോഹിത്യം എന്ന് അതിനെ നിന്ദിച്ചുകൊണ്ട്, പൗരോഹിത്യം ഉപേക്ഷിച്ചുകൊണ്ട്, സ്തുവൻ വൃത്തിം ച കാപോതീം, കാപോതീം വൃത്തിം സ്തുവന് ദുഹിത്ര സ യയൗ പുരാത്, സഹ ദുഹിത്ര സഹ പുരാത് യയൗ. അദ്ദേഹം മകളോടുകൂടെ പുരത്തിൽ നിന്ന് യാനം ചെയ്തു, പുറത്തേക്ക് പോയി. അപ്പൊ എന്ത് ചെയ്തുകൊണ്ട്? കാപോതീം വൃത്തിം സ്തുവന്. കാപോതി എന്ന് പറഞ്ഞാൽ കപോത സംബന്ധി. കപോതം എന്ന് പറഞ്ഞാൽ ഈ മാടപ്രാവുകളാണ്. ക്ഷേത്രങ്ങളിലും മറ്റു കെട്ടിടങ്ങളിലും മരങ്ങളിലുമൊക്കെ താമസിച്ച് കൂടുകൂട്ടി ധാന്യങ്ങൾ വഴിയിൽ കിടക്കുന്നതും പാടത്ത് കിടക്കുന്നതും കൊയ്തു വീഴുന്നതും, അല്ലെ, അങ്ങാടികളിലും മറ്റൊക്കെ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ആരെങ്കിലും എറിഞ്ഞു കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ധാന്യങ്ങൾ കൊത്തിത്തിന്നുകൊണ്ട് ജീവിക്കുന്ന പ്രാവുകൾ, അതാണ് കപോതം. അപ്പൊ കപോതത്തിന്റെ വൃത്തി കാപോതി വൃത്തി എന്ന് വെച്ചാലോ, ഇവിടെ മനുഷ്യര് അത് ചെയ്യുമ്പോൾ അതിനാണ് ഉഞ്ചവൃത്തി എന്ന് പറയുക. ഉഞ്ചവൃത്തി എന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും മുതൽ ആരോടെങ്കിലും പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞാല് വയലേലകളിലും മറ്റുമൊക്കെ കൊയ്തു കഴിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ധാന്യങ്ങൾ പെറുക്കുന്ന പണിയാണ്. അതാണ് ഉഞ്ചവൃത്തി. അല്ലാതെ ഓരോ ഗൃഹങ്ങൾ തോറും പോയി കൈനീട്ടുന്നതല്ല ഉഞ്ചവൃത്തി. അതിന് ഉഞ്ചവൃത്തി എന്ന് പിന്നീട് പേര് വന്നു ചേർന്നതാണ്. അഭിമാനമില്ലാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് അതിന് അങ്ങനെ ഒരു പേര് വന്നു തീർന്നതാണ്. ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞാല് ധാന്യങ്ങൾ പെറുക്കിയെടുക്കുക, ആർക്കും വേണ്ടാത്ത, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, എന്താ പറയുക, വയലുകളിലും മറ്റും കൊയ്ത്തും മറ്റുമൊക്കെ കഴിഞ്ഞ് വീണ് കിടക്കുന്ന, കൊഴിഞ്ഞു കിടക്കുന്ന ധാന്യങ്ങളും കതിരുകളും ഒക്കെ പെറുക്കി കൊണ്ടുവന്ന് ഉപജീവനം നടത്തുക. അപ്പോ അതുപോലെയാണ് ഈ കപോതങ്ങളും ജീവിക്കുന്നത്. ആരുടെയും അടിമകളല്ല കപോതങ്ങൾ. ഒരാളുടെ വീട്ടിൽ പോയി കാവൽ നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് സ്വാതന്ത്ര്യമുണ്ട്. എവിടെ കിട്ടിയാലും പോയി ഭക്ഷിക്കാം. എല്ലാം ഈശ്വരന്റേതാണെന്നുള്ള ബുദ്ധിയോടുകൂടി ഭക്ഷിക്കാം. ഒരു പ്രത്യേക വ്യക്തിയോട് ഒരു തരത്തിലുള്ള ഇത് വേണ്ട. മറ്റേ ബലിക്കാക്കകൾ അങ്ങനെയല്ലല്ലോ. ബലി കിട്ടുന്നിടത്ത് കാവൽ നിൽക്കുന്നത് പോലെയാണ് ബലിബുക്കുകൾ, കാക്കയുടെ വൃത്തി, അല്ലെ. അപ്പൊ കാക്കയേക്കാൾ കുറെ കൂടി സ്വാതന്ത്ര്യമുള്ള വൃത്തിയാണ് ഈ കാപോതി വൃത്തി. അപ്പൊ എന്തായാലും കുറച്ച് നല്ല വൃത്തി ഇതാണെന്ന് കരുതി ഈ ഉഞ്ചവൃത്തിയെ സ്വീകരിച്ചു. മകളോടുകൂടെ യാത്രയായി, നാട് വിട്ടു. ആരോടും പറഞ്ഞില്ല, യാത്രയൊന്നും പറഞ്ഞില്ല, സ്ഥലം വിട്ടു. പക്ഷേ രാജാവ് അറിഞ്ഞു. അതാണ് വൃഷപർവാതമാജ്ഞായ പ്രത്യനീക വിവക്ഷിതം ഗുരും പ്രസാദയന്മൂർധ്ന പാദയോഃ പതിതഃ പദീ. വൃഷപർവാതമാജ്ഞായ പ്രത്യനീക വിവക്ഷിതം ഗുരും പ്രസാദയന്മൂർധ്ന പാദയോ പതിതഃ പദീ. വൃഷപർവാതമാജ്ഞായ, വൃഷപർവാവ് അസുരരാജാവ് ശർമ്മിഷ്ഠയുടെ അച്ഛൻ. അദ്ദേഹം ഈ കാര്യം അറിഞ്ഞു. തന്റെ ഗുരു തന്നോട് ദേഷ്യപ്പെട്ടു പോയിരിക്കുന്നു. രഹസ്യമായിട്ട് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളെല്ലാം വിശദമായിട്ടും വൃഷപർവാവ് അറിഞ്ഞു. തന്റെ മകൾ അപരാധം ചെയ്തിരിക്കുന്നു, ഗുരുത്തക്കേട് ചെയ്തിരിക്കുന്നു, ഗുരു നിന്ദ ചെയ്തിരിക്കുന്നു, ബ്രാഹ്മണ നിന്ദ ചെയ്തിരിക്കുന്നു. അത് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അത് മനസ്സിലാക്കിയതായിട്ടുള്ള വൃഷപർവാവ് പ്രത്യനീക വിവക്ഷിതം ഗുരും മൂർധന പ്രസാദയന്. പ്രത്യനീക വിവക്ഷിതം ഗുരും, ഗുരുവിനെ വിശേഷിപ്പിച്ച പദമാണ് പ്രത്യനീക വിവക്ഷിതം. ഗുരുവിനെ പ്രസാദിപ്പിച്ചു. എങ്ങനെ? മൂർധന പാദയോഹോ പതിപതിത. മൂർധന ശിരസ്സുകൊണ്ട്, പതി പോകുന്ന വഴിയിൽ ഓടിച്ചെന്ന് പിടിച്ച്, പതി പന്താനത്തിൽ വെച്ച് തന്നെ, പാദയോഹോ പതിത, രണ്ട് പാദങ്ങളിലും വീണ് കിടന്ന് മൂർധന സ്പർശയന് പ്രസാദയന് പ്രസാദിപ്പിച്ചു.
അപ്പൊ ഗുരുവിനെ പ്രസാദിപ്പിച്ചു. എങ്ങനെയുള്ള ഗുരു? ഇദ്ദേഹം ഊഹിക്കുകയാണ്. ആരൂഹിക്കുന്നത്? വൃഷപർവാവ്. പ്രത്യനീക വിവക്ഷിതനാണ് എന്റെ ഗുരു. ഇപ്പൊ എന്നോട് ദേഷ്യപ്പെട്ടതുകൊണ്ട് പ്രത്യനീകത്തിന് വിജയം ഇച്ഛിക്കുന്നവൻ എന്നാണ് പ്രത്യനീക വിവക്ഷിതൻ. പ്രത്യനീകം, അനീകം എന്ന് പറഞ്ഞാൽ സൈന്യമാണ്. പ്രത്യനീകം, പ്രതി അനീകം, ശത്രു സൈന്യം എന്നാണ്. അപ്പൊ ദേവസൈന്യം അല്ലെ, അസുരന്മാരുടെ ശത്രുക്കള് ദേവന്മാരാണ്. അപ്പൊ ഇനിയിപ്പോ തന്നോടുള്ള ദേഷ്യം കൊണ്ട് ശുക്രാചാര്യർ ചെന്ന് ദേവന്മാർക്ക് വിജയമുണ്ടാവാൻ വേണ്ടി അവർക്ക് സഹായം ചെയ്യും, അവർക്ക് വിജയം ഇച്ഛിക്കുന്നുണ്ട്. അപ്പൊ കാലുമാറും ശുക്രാചാര്യർ എന്ന് വിചാരിച്ചു ആര്? വൃഷപർവാവ്. അതുകൊണ്ട് തനിക്ക് പരാജയമുണ്ടാവും, സർവവും നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഗുരുവിനെ പിണക്കാൻ പറ്റില്ല. പിണക്കിയാൽ അല്ലെ, നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ അവസ്ഥയാണ്. ഒരു മുന്നണിയിൽ നിന്ന് എന്തെങ്കിലും അവകാശപ്പെട്ട് ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ ഉടനെ അടുത്തതിലേക്ക് ചാടുക. ഇങ്ങനെ ഇന്ത്യ, NDA, NDA, ഇന്ത്യ എന്ന് പറഞ്ഞിങ്ങനെ ഊഞ്ഞാലാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും. അപ്പോ അതുപോലെയാണ് നമ്മുടെ ശുക്രാചാര്യരും എന്ന് പാവം ഈ വൃഷപർവാവ് ധരിച്ചു. തെറ്റിദ്ധാരണയാണ്. എപ്പോഴും അങ്ങനെയുള്ളവർക്ക് ശങ്കകളല്ലേ ഉണ്ടാവുള്ളൂ. അസുര സ്വഭാവമല്ലേ. നല്ലവരെയും എപ്പോഴും വിപരീതമായിട്ടേ ചിന്തിക്കുള്ളൂ. അപ്പൊ അങ്ങനെ പ്രസാദിപ്പിച്ചു. പോകരുതേ പോകരുതേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കാല് പിടിച്ചു. എന്റെ മകള് ചെയ്ത തെറ്റിന് ഞാൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിൽ ചെയ്യാം, എന്റെ മകള് ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഏറ്റുപറഞ്ഞ് കാല് പിടിച്ചു എന്ന് താല്പര്യം. ഇവിടെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമ്മൾ തിരക്കഥ എഴുതേണ്ടതാണ്. ക്ഷണാർദ്ധമന്യുർഭഗവാൻ ശിഷ്യം വ്യാചഷ്ട ഭാർഗവഃ കാമോസ്യാഹ ക്രിയതാം രാജൻ നൈനാം തെക്തുമുഹോത്സഹേ. ക്ഷണാർദ്ധമന്യുഃ ഭഗവാൻ ശിഷ്യം വ്യാചഷ്ട ഭാർഗവഃ കാമോസ്യാ ക്രിയതാം രാജൻ നൈനാം തെക്തുമിഹോത്സഹേ. ഇവിടെ ഭഗവാൻ ഭാർഗവ, സർവജ്ഞനായിട്ടുള്ള ഭൃഗുവംശജാതനായ ശുക്രാചാര്യര് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു ക്ഷണാർദ്ധമന്യുഃ. അദ്ദേഹത്തിന്റെ മന്യു ക്ഷണാർദ്ധം, അല്പനേരത്തേക്കേ നിൽക്കുള്ളൂ. ക്ഷിപ്രം കോപിച്ചു എന്ന് വരാം, പക്ഷേ ക്ഷിപ്രപ്രസാദിയുമാണ്. കോപം അധിക നേരം നിൽക്കുന്ന ആളല്ല. അതുകൊണ്ട് അദ്ദേഹം വേഗം പ്രസാദിക്കപ്പെട്ടു എന്നർത്ഥം, മഹാദേവനെ പോലെ. അതാണ് ക്ഷണാർദ്ധമന്യുഹു. അല്പക്ഷണം, അർദ്ധക്ഷണം മാത്രം കോപം പ്രകടിപ്പിക്കുന്നവനായിട്ടുള്ള ആ ഭഗവാൻ ഭാർഗവ, സർവജ്ഞനായ ഭൃഗുവംശജാതനായ ശുക്രാചാര്യര് ശിഷ്യം വ്യാചഷ്ട, ശിഷ്യനോട് ഇങ്ങനെ പറഞ്ഞു. വിശേഷേണ ആചഷ്ട, നന്നായി പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു. ഞാനൊരു കണ്ടീഷൻ പറയാം, അത് സ്വീകാര്യമെങ്കിൽ മാത്രം ഞാൻ മടങ്ങി വരും എന്നുള്ള രീതിയിൽ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറഞ്ഞു എന്നാണ് വ്യാചഷ്ട. നന്നായി പറഞ്ഞു. എന്താ പറഞ്ഞത്? കാമോസ്യാഹ ക്രിയതാം രാജൻ നൈനാം തെക്തുമിഹോത്സഹേ. ഹേ രാജൻ, അല്ലയോ രാജാവേ, അസ്യാഹ കാമഹ ക്രിയതാം. അസ്യാഹ, ഇവളുടെ, കൂടെ ആരാളുള്ളത്? ദേവയാനി, തന്റെ പുത്രി. അപ്പോ ഇവളുടെ കാമഹ, ഇവളുടെ ഇഷ്ടം എന്താണോ അത് ക്രിയതാം, അത് അങ്ങ് പ്രവർത്തിക്കണം. ഏനാം തെക്തും അഹം ന ഉത്സഹേ. ഇവളെ ത്യജിക്കാൻ എനിക്ക് ശക്തിയില്ല, ഇവൾ പറഞ്ഞതിനെ ധിക്കരിക്കാൻ എനിക്ക് സാമർഥ്യമില്ല എന്ന് താല്പര്യം. ഇവളെ ത്യജിക്കുക എന്ന് പറഞ്ഞാല് ഇവളെ നിരാകരിക്കുവാൻ, ഇവൾ പറയുന്നതിനെ ധിക്കരിക്കുവാനായിട്ട് എനിക്ക് സാധ്യമല്ല. ഞാൻ അത്രയ്ക്ക് പുത്രിയോടുള്ള വാത്സല്യം കൊണ്ട് എന്താ പറയുക, ദീനനാണ്, അവശനാണ്. അപ്പൊ ഇവള് പറഞ്ഞത് അങ്ങ് അനുസരിക്കാമെങ്കിൽ ഞാൻ തിരിച്ചു വരാം. കണ്ടീഷൻ സമ്മതമാണോ എന്ന് പെട്ടെന്ന് പ്രസാദിച്ച് ശുക്രാചാര്യര് രാജാവിനോട്, വൃഷപർവാവിനോട് പറഞ്ഞു. ഉടനെ വൃഷപർവാവ് എന്താ മറുപടി പറഞ്ഞത്? തദേത്യവസ്ഥിതേ പ്രാഹ ദേവയാനീ മനോഗതം പിത്രാ ദത്താ യതോ യാസ്യേ സാനുഗായാതു മാമനു. തദേത്യവസ്ഥിതേ പ്രാഹ ദേവയാനീ മനോഗതം പിത്രാ ദത്താ യതോ യാസ്യേ സാനുഗായാതു മാമനു. തഥാ ഇതി അവസ്ഥിതേ. തഥാ ഇതി, ആരുടെ വാക്കാണ് തഥാ?
വൃഷപർവാവിന്റെ വാക്കാണ്. തഥാസ്തു, ഓ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അവൾ എന്താ പറയണത്, ദേവയാനി എന്താ പറയണത് അത് ഞാൻ അനുസരിച്ചോളാം. അങ്ങ് എന്തായാലും എന്നെ ഉപേക്ഷിക്കരുത്, തിരിച്ചു വരണം. അപ്പൊ അതിന് ഏത് വ്യവസ്ഥയും ഞാൻ സ്വീകരിച്ചോളാം എന്ന് ഈ വൃഷപർവാവ് അവസ്ഥിതനായി ഉറച്ചു നിന്നു. സമ്മതം എന്ന് ഉറച്ചു നിന്നപ്പോൾ ദേവയാനി മനോഗതം പ്രാഹ, ദേവയാനി തന്റെ ഉള്ളിലിരിക്കും. എന്താണ് മനോഗതം പറയണ? പിത്രാ ദത്ത യതോ യാസ്യേ സാനുഗ യാതു മാം അനു. അവള് തന്നെ നിശ്ചയിച്ചു കാര്യങ്ങളൊക്കെ. എന്താ? പിത്രാ ദത്ത യതോ യാസ്യേ, എന്റെ പിതാവിനാൽ ഞാൻ ദാനം ചെയ്യപ്പെട്ടവളായിട്ട്. പിതാവിനാൽ ദത്ത, ദാനം അപ്പൊ എന്റെ പിതാവ് എന്നെ കൊടുക്കുമെന്ന് അവള് തന്നെ തീരുമാനിച്ചു. കാരണം പിതാവിന് പുത്രിയോടുള്ള വാത്സല്യം അത്രയ്ക്കുണ്ട് എന്ന് അവൾക്കറിയാം. അപ്പൊ താൻ പറയുന്ന പുരുഷനെ മാത്രമേ, എന്തായാലും ആ കഥകളൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടാണല്ലോ കരഞ്ഞത്. ഇനി ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും കൂടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഒന്നുകൂടെ അത് ഉറപ്പിച്ചു പറയണേ. പിതാവിനാൽ ദത്തയാകുന്ന ഞാൻ എവിടേക്ക് പോകുന്നുവോ, യതഹ യാസ്യേ, എവിടെ പോകുന്നുവോ, സാനുക, ഇവളെ ചൂണ്ടിക്കൊണ്ടാണ്. ആരെ? ശർമ്മിഷ്ഠയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവളും സാനുക, ഇവള് അനുഗമിക്കുന്നവരോടുകൂടെ എന്ന്. ആരാണ് അനുഗമിക്കുന്നത്? ദാസിമാര്. ശർമ്മിഷ്ഠയും അവളുടെ ദാസിമാരും മാം അനുയാതു, യാതു മാം അനുയാതു, എന്റെ പുറകെ എന്നെ സേവിക്കുന്നവരായിട്ട് വരട്ടെ. അപ്പൊ ശർമ്മിഷ്ഠ മാത്രമല്ല, അവളുടെ ദാസിമാരും തോഴിമാരും ഒക്കെ വന്ന് എന്നെ സേവിക്കണം. ഇതാണ് അതിനുള്ള പ്രായശ്ചിത്തം. ശർമ്മിഷ്ഠ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തം ഇതാണ് എന്ന് നമ്മുടെ ദേവയാനി തന്റെ വ്യവസ്ഥ അറിയിച്ചു. ഇപ്പോ അച്ഛൻ പെട്ടു. ആരാ? വൃഷപർവാവ്. ഇത്രയും കടന്നു പറയുന്നു വിചാരിച്ചില്ല. അപ്പൊ അദ്ദേഹം രണ്ടും കെട്ടിങ്ങനെ മനസ്സോടെ നിൽക്കണം, എന്താ ചെയ്യേണ്ടതെന്ന്. മകളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, ശർമ്മിഷ്ഠയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. മോളെ എന്താ വേണ്ടത്? നമുക്കിപ്പോ ഗുരുവിനെ ഉപേക്ഷിക്കണോ, നിന്നെ രക്ഷിക്കണോ, അതോ നീ വല്ല ത്യാഗവും ചെയ്യാൻ തയ്യാറുണ്ടോ? ഗുരുവിനെ ഇങ്ങോട്ട് സ്വീകരിക്കാനും നമ്മുടെ വംശത്തെ നിലനിർത്താനും ഒക്കെ ആയിട്ട് നിന്റെ അഭിപ്രായം എന്താണ്? നമ്മുടെ ഗാന്ധാരി ധൃതരാഷ്ട്രയെ വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിലും ഇതേപോലെയാണ്. മനസ്സോടെയാണ്, ഭീഷ്മരെ ഭയന്നിട്ടാണ്. ആ ഗാന്ധാര ദേശക്കാരെയൊക്കെ ഭീഷ്മർ ആക്രമിച്ചു കൊന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഗാന്ധാര രാജാവ് ധൃതരാഷ്ട്രന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു മനസാ പ്രതികാരം ചെയ്യുന്നതാണ് കണ്ണുകെട്ടുന്നത്. അതിനോടൊപ്പം ശകുനിയും കൂടെ വരുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ ശർമ്മിഷ്ഠ എന്തായാലും അച്ഛന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്താ വേണ്ട അച്ഛൻ? അച്ഛൻ വളരെ ദയനീയമായിട്ട് മകളെ നോക്കുന്നുണ്ട്. അപ്പോ അതാണിതാ, സ്വാനാം തൽ സങ്കടം വീക്ഷ്യ തദർത്ഥസ്യ ച ഗൗരവം ദേവയാനീം പര്യചരത് സ്ത്രീ സഹസ്രേണ ദാസവത്. സ്വാനാം തൽ സങ്കടം വീക്ഷ്യ തദർത്ഥസ്യ ച ഗൗരവം ദേവയാനീം പര്യചരത് സ്ത്രീ സഹസ്രേണ ദാസവത്. സ്വാനാം തൽ സങ്കടം വീക്ഷ്യ, സ്വാനാം സ്വകീയാനാം, തന്റെ ബന്ധുക്കളുടെ, തന്റെ പിതാവിന്റെയും അതുപോലെയുള്ള പ്രജകളുടെയും അസുരവംശത്തിന്റെയും മുഴുവൻ അവസ്ഥയെ, സങ്കടത്തെ വീക്ഷ്യ, കണ്ട് മനസ്സിലാക്കിയിട്ട് തദർത്ഥസ്യ ച ഗൗരവം. ഇപ്പോ ഈ ശുക്രാചാര്യരെ കൊണ്ടുള്ള മഹത്വം, അദ്ദേഹത്തെ അസുരപക്ഷത്തിന് കിട്ടുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഗുണം, തദർത്ഥം, ഈ ശുക്രാചാര്യരെന്ന ആ പ്രയോജനമുള്ള വസ്തു ഇവിടേക്ക് കിട്ടുകയാണെങ്കിൽ എത്ര ഗൗരവമേറിയതാണ് എന്നുള്ള ആ ചിന്തയും വീക്ഷ്യ, രണ്ടും കൂടി കൂട്ടി തൂക്കി നോക്കി. ഇപ്പൊ താൻ ഒരാൾ കുറച്ച് ത്യാഗം ചെയ്താൽ മതി, ഈ വംശത്തെ മുഴുവൻ തനിക്ക് രക്ഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ആ ശർമ്മിഷ്ഠ സ്ത്രീ സഹസ്രേണ ദാസവത് ദേവയാനീം പര്യചരത്.
സ്ത്രീ സഹസ്രേണ തന്റെ ദാസിമാരായ ആയിരക്കണക്കിന് തോഴിമാരുമായി ശർമ്മിഷ്ഠ ദേവയാനിയും പര്യചരത് ദാസവത് പര്യചരത്. ഒരു ദാസൻ എങ്ങനെ പരിചരിക്കുമോ അതുപോലെ ഇവളും ദാസീഭാവത്തില് ദേവയാനിയെ പരിചരിക്കാൻ തയ്യാറായി. അപ്പൊ പിന്നെ സന്തോഷമായി എല്ലാവർക്കും. അപ്പോ ദേവയാനി വിവാഹം എല്ലാവരും കൂടി നടത്തിക്കൊടുക്കുകയാണ്. അതാ നാഹുഷായ സുതാം ദത്വാ സഹ ശർമ്മിഷ്ഠയോശനാഹ തമാഹരാജൻ ശർമ്മിഷ്ഠാം ആധാസ്തൽപേന കർഹിച്ചിത്. നാഹുഷായ സുതാം ദത്വാ സഹ ശർമ്മിഷ്ഠയോശനാഹ തമാഹരാജൻ ശർമ്മിഷ്ഠാം ആധാസ്തൽപേന കർഹിച്ചിത്. ആ രാജാവിനെ അറിയിച്ചു, സന്ദേശം അറിയിച്ചു. രാജാവ് വളരെ സന്തോഷപൂർവം വന്നു. യയാതി വന്ന് എന്താ പറയുക, ദേവയാനി വിവാഹം ഉശനസ് ആ ശുക്രാചാര്യര് നാഹുഷായ സുതാം ദത്വാ. നഹുഷപുത്രനായ യയാദിക്കായിക്കൊണ്ട് സുതാം മകളെ ദേവയാനിയും ദത്വ. എങ്ങനെ? സഹ ശർമ്മിഷ്ഠയാ ശർമ്മിഷ്ഠ എന്ന രാജകുമാരിയെ ദാസിയാക്കിക്കൊണ്ട് കൊടുത്തു. എന്നിട്ടോ തമാഹ മരുമകനോട്, ജാമാതാവിനോട് ശ്വശുരൻ പറഞ്ഞു. ആരാ പറഞ്ഞ്? ശുക്രാചാര്യര് രാജാവിനെ യയാദിയെ അടുത്ത് വിളിച്ച് പറഞ്ഞു, രാജൻ ഒരു വാണി. എന്താണ്? ശർമ്മിഷ്ഠാം ആധാ തൽപേ ന കർഹിച്ചിത്ത്. എന്താ പറഞ്ഞത്? ഹേ രാജൻ, ന കർഹിച്ചിത്ത് ശർമ്മിഷ്ഠാം തൽപേ ആധാ. ഒരിക്കലും ശർമ്മിഷ്ഠയെ അങ്ങയുടെ തൽപ്പത്തിലേക്ക് ധരിക്കരുത്, തൽപ്പത്തിൽ ഇരുത്തരുത്, ശയിപ്പിക്കരുത് എന്നൊക്കെ അർത്ഥം. അപ്പൊ അങ്ങയുടെ കിടക്കയിലേക്ക്, മെത്തയിലേക്ക് ശർമ്മിഷ്ഠയെ ഇരുത്താൻ അനുവദിക്കരുത്, അവളെ അവിടേക്ക് സ്വീകരിക്കരുത് എന്നൊരു വാണിംഗ് കൊടുത്തു. അച്ഛൻ മകളുടെ കാര്യം സുരക്ഷിതമാക്കാൻ വേണ്ടി സ്വാർത്ഥ ചിന്തയോടുകൂടെ അങ്ങനെ പറഞ്ഞു. തമാഹരാജൻ ശർമ്മിഷ്ഠാം ആധാ കൽപ്പേ ന കർഹിച്ചിത്. അപ്പൊ തൽക്കാലം അദ്ദേഹം ഗുരുവചനമായി അതിനെ സ്വീകരിച്ചു. അങ്ങനെ പോവുകയാണ്. വിലോക്യ ഔശനസീം രാജൻ ശർമ്മിഷ്ഠ സപ്രജാം ക്വചിത് തമേവ വവ്രേരഹസി സഖ്യാഹ പതിം ഋതൗ സതീ. കഥ ഓടിച്ചു പോവുകയാണ്. വിലോക്യൗശനസീം രാജൻ ശർമ്മിഷ്ഠ സപ്രജാം ക്വചിത് തമേവ വവ്രേരഹസി സഖ്യാഃ പതിം ഋതൗ സതീ. അങ്ങനെ ദേവയാനിയും കൂട്ടിക്കൊണ്ട് രാജാവ് പോയി, കൊട്ടാരത്തിൽ പോയി താമസം ആരംഭിച്ചു. ശർമ്മിഷ്ഠ ദേവയാനിയുടെ ദാസിയായി തുടരുന്നു. അങ്ങനെ ഇരിക്കേ, ഹേ രാജൻ, ഇവിടെ രാജൻ എന്നുള്ളത് പരീക്ഷിത്ത് രാജാവിനെ സുഖബ്രഹ്മർഷി സംബോധനയാണ്. അല്ലയോ പരീക്ഷിത്ത് രാജാവേ, കഥ കേൾക്കൂട്ടുവോ? എന്താ കഥ? ഔശനസീം സപ്രജാം വിലോക്യ ക്വചിത് ശർമ്മിഷ്ഠ. ക്വചിത് ഒരിക്കൽ ശർമ്മിഷ്ഠ, നമ്മുടെ രാജകുമാരിയായ, അസുര രാജകുമാരിയായ ശർമ്മിഷ്ഠ ഔശനസീം സപ്രജാം വിലോക്യ. ഔശനസി എന്ന് പറഞ്ഞാൽ ഉശനസിന്റെ മകൾ ദേവയാനീം. സപ്രജാം പ്രജയോടുകൂടിയവളായിട്ട്. പ്രജ എന്ന് പറഞ്ഞാൽ സന്തതി. അപ്പോ യദു തുർവസു രണ്ട് മക്കള് ദേവയാനിക്ക് യയാതി രാജാവിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അവരെയാണ് ഇവിടെ പ്രജകളായിട്ട് പറയുന്നത്. അതിലിപ്പോ ഒന്നാമത്തെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, രണ്ടാമത്തെ ആയോ എന്നുള്ളതൊന്നും ഇവിടെ വ്യക്തമല്ല. എന്തായാലും പ്രജയോട് കൂടിയവളായിട്ട് കണ്ടിട്ട് തനിക്കും പ്രജ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അതാണ് തമേവ വവ്രേരഹസി സഖ്യാഹ പതിം ഋതൗ സതീ. ഋതൗ എന്ന് പറഞ്ഞാൽ ഋതുകാലത്തിങ്കൽ, ഋതുമതിയായിരിക്കുന്ന ആ എന്താ പറയുക, ഗർഭാധാനം ചെയ്യാൻ പക്വമായിരിക്കുന്നതായിട്ടുള്ള ആ അവസ്ഥയില് സതി വളരെ പതിവ്രതയാണ്, അല്ലെങ്കിൽ വളരെ ചാരിത്രമുള്ളവളാണ്, വളരെ പരിശുദ്ധയാണ്. ആര്? ശർമ്മിഷ്ഠ. വേറെ ആരെയും ഇതുവരെ സേവിച്ചിട്ടില്ല, കന്യക തന്നെയാണ്. ആ കന്യകയായിരിക്കുന്ന ശർമ്മിഷ്ഠ, സതീയായിരിക്കുന്ന ശർമ്മിഷ്ഠ
ആ തം സഖ്യാഹ പതിം ഏവ രഹസി വവ്രേ. തം ആ രാജാവിനെ, യയാതിയെ, സഖ്യാഹ പതിം തന്റെ സഖിയുടെ പതിയെ, തന്റെ കൂട്ടുകാരിയും യജമാനത്തിയും ഒക്കെ ആയിരിക്കുന്ന ദേവയാനിയുടെ പതിയെ തന്നെ രഹസി വവ്രേ സ്വകാര്യമായിട്ട് വരിച്ചു, രഹസ്യമായിട്ട് പ്രാപിച്ചു. എന്ന് വെച്ചാൽ ഒരു രാജകുമാരിയായിരിക്കുന്ന ശർമ്മിഷ്ഠ വളരെ കാലം ദേവയാനിയെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. ദേവയാനി കുട്ടികളുണ്ടായി ലാളിക്കുന്നതൊക്കെ കണ്ടപ്പോ ശർമ്മിഷ്ഠയ്ക്ക് ന്യായമായിട്ടുള്ള ഒരു മനുഷ്യ അവകാശമുണ്ട്, ഒരു സ്ത്രീയുടെ അവകാശമുണ്ട്. ആ അവകാശം അവൾക്ക് ഇവിടുന്ന് എവിടേക്കും പോകാൻ നിവൃത്തിയില്ല. അപ്പോ തന്റെ സ്വാമിയായിരിക്കുന്ന ആ രാജാവിനോട് തന്നെ അഭ്യർത്ഥിച്ചു, ഹേ രാജാവേ, എനിക്കും സന്തതികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങയെപ്പോലൊരു മഹാത്മാവിൽ നിന്ന്, വീരനായിട്ടുള്ള അങ്ങയെപ്പോലെയുള്ള ഒരാളിൽ നിന്ന് സന്തതി ഉണ്ടായാൽ എനിക്ക് ശ്രേയസ്സുണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങയിൽ നിന്ന് തന്നെ സന്തതി ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് വളരെ ധാർമ്മികമായിട്ടുള്ള, അന്നത്തെ കാലത്ത് ഇത് ധർമ്മമാണ്. അപ്പൊ രാജാവായിട്ടുള്ള അദ്ദേഹത്തിനും ഒരു സ്ത്രീ ഋതുമതിയായിരിക്കുന്ന കാലത്തിങ്കൽ സന്തതിക്കായിക്കൊണ്ട് അപേക്ഷിച്ചാൽ നിഷേധിക്കാൻ ന്യായമില്ല, അനുവദിച്ചു കൊടുക്കണം എന്നുള്ള. നമ്മുടെ വ്യാസൻ പോലും അല്ലേ, സത്യവതീ ദേവി അഭ്യർത്ഥിച്ച് സന്യാസിയായ ഋഷിതുല്യനായ വ്യാസൻ പോലും വന്ന് സാധിച്ചു കൊടുക്കണു. വസിഷ്ഠൻ സാധിച്ചു കൊടുത്തത് നമ്മൾ കണ്ടു അല്ലേ. വസിഷ്ഠനിൽ നിന്ന് ഒരു രാജകുമാരിക്ക് സന്തതി ഉണ്ടാവുന്ന കഥ മുമ്പേ നമ്മൾ കണ്ടു. അപ്പൊ ഇത് എല്ലാ കാലത്തും ഒരു ധർമ്മമായിട്ട് തന്നെയാണ് ആ അന്നത്തെ കാലത്തുള്ള വ്യവസ്ഥകൾ. ഇന്ന് മനുഷ്യർ കൂടുതൽ സങ്കുചിത മനസ്സായതുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ, നിയമങ്ങൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, നല്ലത് തന്നെ. അതല്ലെങ്കിൽ കൂടുതൽ കുത്തഴിഞ്ഞു പോകും സമൂഹം. അപ്പൊ സമൂഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്, സമൂഹം തന്നെയാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കുന്നത്. കാലാകാലങ്ങളിൽ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്നുള്ള നിയമങ്ങളായിരിക്കില്ല നാളെ ചിലപ്പോ ആളുകളുടെ എണ്ണം ചുരുങ്ങി വന്നാല് അല്ലെ, സ്ത്രീകളുടെ എണ്ണം ചുരുങ്ങിയാൽ 2 പുരുഷന്മാർക്കൊരു സ്ത്രീ പങ്കിടണം എന്നും നിയമം വരാം. അല്ല, എന്താ പറയുക, പുരുഷന്മാരുടെ എണ്ണം ചുരുങ്ങി വന്നാല് നിയമത്തിൽ കൊണ്ടുവരാം, ഒരു പുരുഷന് 2 സ്ത്രീ ആവാം, മാറാം. ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. സമൂഹത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി മനുഷ്യരാൽ നിർമ്മിക്കപ്പെടുന്നതാണ് ഈ സ്മൃതികളെല്ലാം. സ്മൃതികൾ എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. അപ്പോ ഒരു കാലത്തുള്ള നിയമത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോ പരിഹസിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ തന്നെ ബാല്യകാലത്തുണ്ടായിരുന്ന പല നിയമങ്ങളും ഇന്ന് നിലവിലില്ല. ഒരു 100 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ എത്ര നിയമങ്ങൾ എന്തെല്ലാം മാറിയിട്ടുണ്ട് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ അത് പല നിയമങ്ങളും കാലത്തിനനുസരിച്ച് മാറണം. ചിലർ മാറാൻ തയ്യാറില്ല അല്ലെ. ചില പ്രത്യേക മതത്തിൽപ്പെട്ടവർ അത് മാറാൻ സമ്മതിക്കുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിനത് ഭീഷണിയാണ്. മാറേണ്ടിടത്ത് മാറണം, സമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കണം. ഭൂരിപക്ഷം അല്ലെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ നിലനിൽപ്പിനും നന്മയ്ക്കും വേണ്ടി വ്യക്തികൾ കാലാകാലങ്ങളിൽ സമൂഹം ആവശ്യപ്പെടുന്നതായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയരാവണം. അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ ഇപ്പൊ ജനസംഖ്യാ നിയന്ത്രണ ബില്ല് കൊണ്ടുവന്നാൽ പ്രശ്നമാവും. തലാഖിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ബഹുഭാര്യാത്വം പ്രശ്നമായിരുന്നു. ഇതും ഇപ്പോഴും രഹസ്യമായിട്ടൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. വിവാഹങ്ങളൊക്കെ വേണ്ട പോലെ രജിസ്റ്റർ ചെയ്താലല്ലേ ആരെങ്കിലും അറിയുള്ളൂ. എത്രയോ നമ്മുടെ ഭാരതത്തിൽ തന്നെ എത്രയോ പുരുഷന്മാര് 3-4 ഭാര്യമാരും അവരിലൊക്കെ 10-12 മക്കൾ വീതവുമായിട്ട് എവിടെയൊക്കെയോ ഗ്രാമാന്തരങ്ങളിലൊക്കെ കഴിയേണ്ട. ആരാതൊക്കെ അന്വേഷിക്കുന്നത്? ഏത് നിയമമാണ് ചെന്നവരെ എന്താ പറയുക ഉപദ്രവിക്കുന്നത്? ഒക്കെ നടക്കേണ്ട ഇഷ്ടം പോലെ. ഇപ്പൊ നിയമം ഉണ്ടായിട്ടും അത് പാലിക്കാൻ തയ്യാറല്ല എന്ന് പറയാം.
അപ്പൊ ഈ പറഞ്ഞതൊക്കെ നിയമങ്ങളാണ്. കാലാകാലങ്ങളിൽ സാമൂഹ്യ ഭദ്രതയ്ക്ക് വേണ്ടി സമൂഹം, അതിൽ കാരണവന്മാർ, മുതിർന്നവർ, വിദ്യാസമ്പന്നരായിട്ടുള്ളവർ, ദീർഘദൃഷ്ടികളായിരിക്കുന്നവർ ചിന്തിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ നിയമങ്ങളെല്ലാം. എല്ലാം മാറ്റാവുന്നതാണ്, കാലാകാലങ്ങളിൽ മാറ്റപ്പെടേണ്ടതാണ്. കാലത്തിനനുസരിച്ച് ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മാറ്റേണ്ടതാണ്. അത് ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുധർമ്മം, സനാതനധർമ്മം. ഈ മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ള ഒരു വിശാലത, ഒരു ഫ്ലെക്സിബിലിറ്റി അത് ഹിന്ദുമതത്തിനുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദുമതം ഇപ്പോഴും നിലനിന്ന് പോരുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ, അതല്ലെങ്കിൽ അവ മാറ്റും നിങ്ങളെ എന്ന്. എന്തായാലും എവിടുന്നാ നമ്മള് തമേവ വവ്രേ രഹസി സഖ്യാഹ പതിം ഋതൗ സതീ. ഋതുമതിയായിരിക്കുന്നവൾ ആ അദ്ദേഹത്തെ തന്നെ ചെന്ന് അപേക്ഷിച്ചു, എനിക്ക് അങ്ങയിൽ നിന്ന് സന്തതികൾ വേണം. ന്യായമായിട്ടുള്ള ഒരു സ്ത്രീയുടെ ആവശ്യമാണ്. ധാർമ്മികനായിട്ടുള്ള യയാതി എന്ന രാജാവ് അത് അനുവദിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അദ്ദേഹം വ്യഭിചാരം ചെയ്തു എന്നല്ല എടുക്കേണ്ടത്, അദ്ദേഹം തോന്നിയവാസം ചെയ്തു എന്നല്ല ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ അതൊരു ന്യായമായിട്ടുള്ള രാജാവിന്റെ ധർമ്മമാണ്, രാജധർമ്മത്തിൽ തന്നെ പെടുന്നതാണ് തന്നോട് അഭയം പ്രാപിക്കുന്നവർക്ക് അഭയം കൊടുക്കുക എന്നുള്ളത്. അത് ഏത് രീതിയിലാണെങ്കിൽ ആ രീതിയിൽ. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ അതല്ലേ ചെയ്യുന്നത്? 16,008 പേരും ഭഗവാനെ അങ്ങോട്ട് അഭയം പ്രാപിച്ചതാണ്. ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ ഏറ്റെടുക്കൂ, ഞങ്ങൾക്ക് വേറെ ആരും വേണ്ട, വേറെ ആരെയും ഞങ്ങൾക്ക് പതിയായി കാണാൻ സാധിക്കില്ല, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ പതി എന്ന് പറഞ്ഞ് ഭഗവാനെ എല്ലാവരും ആശ്രയിച്ചു. ഭഗവാൻ അവരെ ചെന്ന് രക്ഷിച്ചു തന്റേതാക്കി. 8 മഹിഷിമാരും 16,000 മറ്റേ നരകാസുരന്റെ കാരാഗ്രഹത്തിൽ നിന്നും ഭഗവാനോട് അവരപേക്ഷിച്ചു. ഭഗവാൻ അത് സാധിച്ചു കൊടുത്തു അവരുടെ ആഗ്രഹം. അതിനെ എതിർക്കാൻ വന്നവരെയൊക്കെ ഭഗവാൻ കൈകാര്യം ചെയ്തു. നോക്കൂ, അപ്പൊ ഭഗവാൻ ധർമ്മമൂർത്തിയാണ്. ധർമ്മമൂർത്തിയായ ഭഗവാൻ കാണിച്ചു തരുകയാണ് ഇതാണ് ധർമ്മം എന്ന്. അപ്പൊ അത് തന്നെയാണ് യയാതിയും ചെയ്തത്. അതുകൊണ്ട് നമുക്ക് യയാതിയെ അധർമ്മം പ്രവർത്തിച്ചു എന്നൂടെ പറയാൻ നിവൃത്തിയില്ല. അപ്പോ രാജപുത്ര്യാർത്ഥിതോ അപത്യേ ധർമ്മം ചാപേക്ഷ്യ ധർമ്മവിത്ത് സ്മരൻ ശുക്രവച കാലേ ദിഷ്ടമേവാപ്യപദ്യത. രാജപുത്ര്യാർത്ഥിതോ അപത്യേ ധർമ്മം ചാപേക്ഷ്യ ധർമ്മവിത്ത് സ്മരൻ ശുക്രവച കാലേ ദിഷ്ടമേവാഭ്യപദ്യത. രാജപുത്ര്യ അർത്ഥിതഃ അപത്യേ, രാജപുത്രിയായ ശർമ്മിഷ്ഠയാൽ അപത്യേ അർത്ഥിതഃ, അപത്യത്തിനായിക്കൊണ്ട് സന്തതി അർത്ഥം അഭ്യർത്ഥിക്കപ്പെട്ടു. ധർമ്മം ച അപേക്ഷ്യ, ധർമ്മത്തെക്കുറിച്ച് വിചാരം ചെയ്ത ധർമ്മവിത്ത്, ധർമ്മമറിയുന്നവനായിട്ടുള്ള യയാതി, ഇതാണ് ധർമ്മം, ഇതാണ് താൻ ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൊണ്ട് സ്മരൻ ശുക്രവച, അതിന്റെ കൂട്ടത്തിൽ ശുക്രാചാര്യരുടെ വാക്കുകളെ ഓർത്തു. ശുക്രാചാര്യർ പറഞ്ഞ കണ്ടീഷൻ ഓർത്തു. പക്ഷെ അതിനേക്കാൾ മുഖ്യധർമ്മം ഇതാണ്. അദ്ദേഹത്തിന്റെ സ്വാർത്ഥതയിൽ നിന്ന് തന്റെ മകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പറഞ്ഞ കാര്യമാണ്. അതിനേക്കാൾ പ്രാധാന്യമാണ് ഒരു സ്ത്രീയുടെ ന്യായമായിട്ടുള്ള ആവശ്യം, അവരുടെ അപേക്ഷ. ഏതിനാണ് തൂക്കം കൂടുതലെന്ന് അദ്ദേഹം തൂക്കി നോക്കിയപ്പോ ശുക്രവചസ്സിനേക്കാൾ ശർമ്മിഷ്ഠയുടെ അപേക്ഷയ്ക്കാണ് നമ്മൾ ഗൗരവം കൊടുക്കേണ്ടത് എന്ന് അപേക്ഷ്യ ധർമ്മവിത്ത് കാലേ ദിഷ്ടമേവ അഭ്യപദ്യത. ദിഷ്ടമേവ, ഇതെല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട്, ഈശ്വര നിശ്ചയമാണെന്ന്. ദിഷ്ടം തിട്ടമാണ്. ആരുടെ തിട്ടം? ഈശ്വരസ്യ തിട്ടം. ഇതാണ് വിധി. എന്താ പറയാ, ശുക്രാചാര്യരെ താൻ ധിക്കരിച്ചു എന്ന് ലോകത്തിന് തോന്നും, ശുക്രാചാര്യർക്കും തോന്നും. സാരമില്ല, ഇതാണ് ഈശ്വര നിശ്ചയം എന്ന് അഭ്യപദ്യത അതിനെ തന്നെ പ്രാപിച്ചു. ദിഷ്ടത്തെ തന്നെ, അഥവാ ഈശ്വരനെ, അഥവാ വിധിയെ, പ്രാരബ്ധത്തെ
അദ്ദേഹം ശരണം പ്രാപിച്ചുകൊണ്ട് അത് സാധിച്ചു കൊടുത്തു എന്നാണ്. യതും ച തുർവസും ചൈവ ദേവയാനി വ്യജായത ദ്രുഹ്യും ചാനും ച പൂരും ച ശർമിഷ്ഠാവാർഷ പർവണി. യതും ച തുർവസും ചൈവ ദേവയാനി വ്യജായത ദ്രുഹ്യും ചാനും ച പൂരും ച ശർമിഷ്ഠാവാർഷ പർവണി. യതും ച തുർവസും ചൈവ ദേവയാനി വ്യജായത. ദേവയാനി ശുക്രാചാര്യയുടെ മകളായിട്ടുള്ള യയാതിയുടെ മൂത്ത പത്നിയായിരിക്കുന്ന ദേവയാനി യദു തുർവസു എന്ന രണ്ടു മക്കളെ വ്യജായത ജനിപ്പിച്ചു. രണ്ട് പുത്രന്മാരെ ജനിപ്പിച്ചു. മൂത്തവർ അവരാണ് യദുവും തുർവസുവും. പിന്നീട് ദ്രുഹ്യും ച അനും ച പൂരും ച ശർമിഷ്ഠ വാർഷപർവണി. വാർഷപർവണി എന്നുള്ളത് ശർമിഷ്ഠയുടെ വിശേഷണമാണ്. വൃഷപർവാവിന്റെ മകൾ. വൃഷപർവൻ എന്നാണ് ശബ്ദം. അത് പ്രഥമയിൽ വരുമ്പോ വൃഷപർവ എന്നാവുകയാണ്. ഇപ്പൊ നകാരാന്ത പുല്ലിംഗ ശബ്ദമാണ് വൃഷപർവൻ. അപ്പൊ അതിന്റെ സപ്തമി വിഭക്തിയാണ് ഇവിടെ. അതിന്റെ അദ്ദേഹത്തിന്റെ അപത്യം സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ് വൃഷപർവാവിന്റെ മകൾ എന്നുള്ള അർത്ഥത്തിൽ വാർഷപർവണി എന്ന്. അപ്പൊ ശർമിഷ്ഠ വാർഷപർവണി. വൃഷപർവാവിന്റെ മകളായ ശർമിഷ്ഠ 3 മക്കളെ പ്രസവിച്ചു. ദ്രുഹ്യു അനു പൂരു. അങ്ങനെ 5 പേരാണ് യയാതിയുടെ മക്കൾ. ആദ്യത്തേത് ദേവയാനി പുത്രന്മാർ 2, ശർമിഷ്ഠ പുത്രന്മാർ 3. അപ്പോ ദേവയാനിക്ക് അസൂയ ഉണ്ടാവില്ലേ? തനിക്ക് 2ഉം ശർമിഷ്ഠയ്ക്ക് 3 ആയപ്പോഴാണ് സഹിക്കാൻ വയ്യാതായത്. 2 വരെ സഹിച്ചു പോകുന്നുണ്ട്. 3 സഹിച്ചില്ല. അതാണ് ഗർഭസംഭവം ആസുര്യ ഭർത്തുഹു വിജ്ഞായ മാനിനി ദേവയാനി പിതൃഗേഹം യയൗ ക്രോധ വിമൂർച്ഛിത. ഗർഭസംഭവമാസുര്യ ഭർത്തുർവിജ്ഞായ മാനിനി ദേവയാനി പിതൃഗേഹം യയൗ ക്രോധ വിമൂർച്ഛിത. ആ ഗർഭസംഭവം ആസുര്യാഹ. അസുരസ്ത്രീയായ ശർമിഷ്ഠയ്ക്ക് ഗർഭസംഭവം, ഗർഭ ഉത്ഭവം എവിടുന്നാണ്? ഭർത്തുഹു, തന്റെ ഭർത്താവിൽ നിന്ന്. അപ്പോ തന്റെ ഭർത്താവിൽ നിന്നാണ് ഈ അസുരസ്ത്രീക്ക് ഗർഭം സംഭവിച്ചത് എന്നറിഞ്ഞ് ഇതിന്റെ കാരണക്കാരൻ ഇങ്ങേരാണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇതുവരെ രഹസ്യമായിരുന്നു ആവോ, എന്താ അറിയില്ല. എന്തായാലും വിജ്ഞായ, ഭർത്താവിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ മാനിനി. മാനിനി എന്ന് പറഞ്ഞാൽ അവിടെ വലിയ അഭിമാനിയായിരിക്കുന്നവൾ, ഗർഭിഷ്ഠയായിരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. ദേവയാനി പിതൃഗേഹം യയൗ ക്രോധ വിമൂർച്ഛിത. ക്രോധം കൊണ്ട് കണ്ണു കാണാത്തവളായിട്ട്, വിമൂർച്ഛിത എന്ന് പറഞ്ഞാൽ മോഹം ബാധിച്ചവളായിട്ട്, മൂഢയായിട്ട്, ചിന്തിക്കാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടു. ക്രോധം വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് ബുദ്ധി വിഭ്രമ, ബുദ്ധിഭ്രംശാത് അല്ലേ, മറന്നു. അപ്പൊ എന്തായാലും ക്രോധം മോഹകാരണമാകുന്നു. അതുകൊണ്ട് ക്രോധ വിമൂർച്ഛിതയായിട്ട് ദേവയാനി പിതൃഗേഹം യയൗ, അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. ചവിട്ടി കുലുക്കി ഭൂമി ഇതാക്കിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചെല്ലുകയാണ്. ധർമ്മിഷ്ഠനായിട്ടുള്ള രാജാവ് എന്ത് ചെയ്തു? പുറകെ പോയി അവളെ അനുനയിപ്പിക്കാൻ. അവള് പോട്ടെ, രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചില്ല. പ്രിയാം അനുഗത കാമീവചോഭിർ ഉപമന്ത്രയന് ന പ്രസാദയിതും ശേഖേ പാദസംവാഹനാദിഭിഃ. പ്രിയാം അനുഗത കാമീവചോഭിരുപമന്ത്രയന് ന പ്രസാദയിതും ശേഖേ പാദസംവാഹനാദിഭിഃ. പ്രിയാം അനുഗതഃ കാമി, പ്രിയയെ അനുഗമിക്കുന്നവനും കാമിയുമായിരിക്കുന്ന, വെച്ചാൽ അവളോടുള്ള സ്നേഹമില്ലാതെയായിട്ടുള്ള, അവളിൽ നിന്നുള്ള ദാമ്പത്യ സുഖം കാമിക്കുന്നവനാണ്. ഒരു തരത്തിലുള്ള വെറുപ്പും അവളോടില്ല. അപ്പൊ ഭാര്യയോടുള്ള സ്നേഹപൂർവം തന്നെ വചോഭിഹി ഉപമന്ത്രയൻ, വാക്കുകളെ കൊണ്ടും, അതുപോലെ തന്നെ പാദസംവാഹനാദിഭിഹി എന്നും പറഞ്ഞിട്ടുണ്ട്. പാദസംവാഹനാദികളെ എന്നുവെച്ചാല് അവളെ എവിടെയോ പിടിച്ചിരുത്തി അവളുടെ കാലെടുത്ത് മടിയിൽ വെച്ച് തലോടിക്കൊടുത്ത്, ഒഴിഞ്ഞുകൊടുത്ത്, മസാജ് ചെയ്ത് കൊടുത്ത്, എങ്ങനെയൊക്കെ അവളുടെ കാല് പിടിച്ചൊക്കെ നോക്കി.
ഇതാണ് പാദസംവാഹനം എന്ന് പറഞ്ഞാൽ കാലുകളെടുത്ത് മടിയിൽ വെച്ച് തലോടി കൊടുക്കലാണ് സംവാഹനം. അപ്പോ വാക്കുകളെ കൊണ്ടോ അവളെ പാദസേവാദികൾ ചെയ്തിട്ടോ ഉപമന്ത്രയൻ അവളുടെ അടുത്തിരുന്ന് അവളോട് എന്തൊക്കെ ഉപമന്ത്രണം ചെയ്തിട്ടും ഉപദേശിച്ചിട്ടും നല്ലത് പറഞ്ഞിട്ടും അനുനയം ചെയ്യിപ്പിച്ചിട്ടും ന പ്രസാദയിതും ശേഖെ പ്രസാദയിതും ന ശേഖെ പ്രസാദിപ്പിക്കുവാൻ ശക്തനായില്ല. അവളെ സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ല. അവളുടെ കോപം വെടിഞ്ഞില്ല. അവൾ വളരെ വാശിക്കാരിയായിരുന്നു. അതോടുകൂടി അവൾ അച്ഛനോട് ചെന്ന് കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു. അതോടുകൂടി അച്ഛനും പെട്ടെന്ന് കോപിച്ചു. അങ്ങേരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് കോപിക്കുന്ന ആളാണ്, പെട്ടെന്ന് പ്രസാദിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കുക, പറ്റുന്നത്രയും ഇതുപോലെ ആവാതിരിക്കുക. ഇതാണ് നമുക്ക് ഇതിന്നൊക്കെ പഠിക്കാനുള്ളത്, അല്ലാതെ അവരെ അനുകരിക്കാനല്ല. ഇവരുടെ ഏതെങ്കിലും അവർക്ക് പറ്റിയ അബദ്ധങ്ങളോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തെറ്റാണെന്ന് തന്നെ കാണുകയും വിമർശനാത്മകമായി അതിനെ കണ്ട് നമ്മളിലും ഇത് പരിഹാസ്യമാണെന്ന് ചിന്തിക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നിയന്ത്രിക്കുക. ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റില്ല. സ്വഭാവസ്തു പ്രവർത്തത, സ്വഭാവം പ്രവർത്തിക്കും. പ്രകൃതിം ത്വാം നിയോക്ഷ്യസി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എന്തിനാ വെറുതെ നിഗ്രഹ കിം കരിഷ്യസി, വെറുതെ വല്ലാതെ ബലം പിടിച്ച് അടച്ചു വെക്കാൻ നോക്കണ്ട, സപ്രസ് ചെയ്യണ്ട, അത് പൊട്ടിത്തെറിക്കും. അപ്പൊ നമുക്ക് പരമാവധി ശ്രമിച്ചു നോക്കാം. നമ്മുടെ വിവേകം കൊണ്ട്, വൈരാഗ്യം വളർത്തിക്കൊണ്ട്, നമ്മുടെ വിൽ പവർ വളർത്തിക്കൊണ്ട് ഒക്കെ നമുക്ക് പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. എങ്കിലും ഇതിൽ നിന്നൊക്കെ വിവേകം ഉണ്ടാവുകയും വൈരാഗ്യം ഉണ്ടാവുകയും വേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക, ഫോർബെയറൻസ് അല്ലെങ്കിൽ സ്റ്റെഡ്ഫാസ്റ്റ്നെസ് എന്നൊക്കെ പറയുന്ന ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് അതിനാണ് നമ്മൾ വ്രതങ്ങളും നോൽമ്പുകളും ഉപവാസങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നത്. ഈശ്വരാരാധനയൊക്കെ ചെയ്യുന്നത് ആ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ സംസ്കരിക്കാൻ വേണ്ടി, നമ്മളെ ആത്മനിയന്ത്രണം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ എന്തായാലും കഥ തുടരുകയാണ്. ശുക്രസ്തമാഹ കുപിതഃ സ്ത്രീ കാമാനൃതപൂരുഷ ത്വാം ജരാവിശതാം മന്ദ വിരൂപകരണീ നൃണാം. ശുക്രസ്തമാഹ കുപിതഃ സ്ത്രീ കാമാനൃതപൂരുഷ ത്വാം ജരാവിശതാം മന്ദ വിരൂപകരണീ നൃണാം. ശുക്രഃ കുപിതഃ, അച്ഛൻ കോപിച്ചു. തം ആഹ, അവനോട് പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു, സ്ത്രീകാമ ആനൃത പൂരുഷ, സ്ത്രീകാമ, സ്ത്രീ വിഷയത്തിൽ കാമിയായിരിക്കുന്നവനെ. അല്ലേ, വാസ്തവത്തില് യയാതി വല്ല സ്ത്രീകളുടെയും പുറകെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഭാര്യയിൽ മാത്രമേ അദ്ദേഹത്തിന് കാമമുള്ളൂ. മറ്റത് ഇങ്ങോട്ട് അപേക്ഷിച്ചു വന്നതാണ്. ശർമ്മിഷ്ഠ ഇങ്ങോട്ട് അപേക്ഷിച്ചു വന്നതാണ്, താൻ അങ്ങോട്ട് പോയതല്ല. പക്ഷെ ഇവിടെ ശുക്രാചാര്യര് ദേഷ്യം കൊണ്ട് വിളിച്ചു പറയുകയാണ്, സ്ത്രീകാമ അനൃതപൂരുഷ. അനൃതപൂരുഷ എന്ന് പറഞ്ഞാൽ അസത്യവാനായ പുരുഷ, നീ എന്നോട് സത്യം ചെയ്തു പോയിട്ട് വാക്ക് തെറ്റിച്ചില്ലേ? അല്ലേ, വാഗ്ദാനം ലംഘിച്ചവനല്ലേ നീ, വിശ്വസിക്കാൻ കൊള്ളാത്തവനെ എന്നൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് പറയാണ്. മന്ദ എന്നും കൂടി വിളിക്കുന്നുണ്ട്, ബുദ്ധിയില്ലാത്തവനെ മന്ദ. നൃണാം വിരൂപകരണീ ജരാ ത്വാം വിശദാം. നൃണാം വിരൂപകരണീ ജര, നരന്മാരെ വിരൂപമാക്കുന്നവളായ ജര എന്ന ബാധ ത്വാം വിശദാം, നിന്നെ പ്രവേശിക്കട്ടെ, നിന്നെ ബാധിക്കട്ടെ. അപ്പൊ നിന്നെ ജര ബാധിക്കട്ടെ, നീ വിരൂപിയായി തീരട്ടെ എന്ന് അവിവേകം കൊണ്ട് ശുക്രാചാര്യ ശപിച്ചു. ശുക്രാചാര്യരാണെങ്കിലും അവിവേകം തന്നെയാണ്. യയാതിരുവാച അതൃപ്തോസ്മ്യദ്യ കാമാനാം ബ്രഹ്മൻ ദുഹിതരിസ്മതേ വ്യത്യസ്യതാം യദാ കാമം വയസായോപിദാസ്യതി. യയാതിരുവാച അതൃപ്തോസ്മ്യദ്യ കാമാനാം ബ്രഹ്മൻ ദുഹിതരിസ്മതേ വ്യത്യസ്യതാം യദാ കാമം വയസായോപിദാസ്യതി.
ഇദ്ദേഹത്തിന്റെ വാക്കുകളാണ്, യയാതിയുടെ വാക്കുകളാണ് ആദ്യത്തെ വരി. അതൃപ്തോസ്മി അദ്യ കാമാനാം ബ്രഹ്മൻ ദുഹിതരിസ്മതേ. ഇത്രയേ ഉള്ളൂ യയാതി വാക്യം. അടുത്ത വരി മറിച്ച് ശുക്രാചാര്യരുടെ വാക്കുകളാണ്. വ്യത്യസ്യതാം യഥാ കാമം വയസാ യോബിദാസ്യതി എന്നുള്ളത് ശ്രീ ശുക്ര ഉവാച എന്ന് ചേർത്ത് എടുക്കേണ്ടതാണ് നമ്മൾ. പക്ഷെ ഇവിടെ ഇല്ല. അണ്ടർസ്റ്റുഡ് ആയിട്ട് നമുക്ക് മൂഡിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്താ പറഞ്ഞത്? യയാതി അതൃപ്തോസ്മി അദ്യ കാമാനാം ബ്രഹ്മൻ. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, സർവജ്ഞനല്ലേ അങ്ങ്. അഹം തേ ദുഹിതരി അദ്യ കാമാനാം അതൃപ്ത അസ്മി. തേ ദുഹിതരി, അങ്ങയുടെ മകളിൽ, കാമാനാം, വിഷയങ്ങൾ അനുഭവിച്ച്, ദാമ്പത്യ സുഖം അനുഭവിച്ച്, അഹം അതൃപ്ത അസ്മി അദ്യ ഇന്ന് വരേക്കും എനിക്ക് അങ്ങയുടെ മകളിൽ സുഖം വേണ്ടത്ര തൃപ്തനായിട്ടില്ല. ദാമ്പത്യ സുഖം അനുഭവിച്ച് മതിയായിട്ടില്ല. എനിക്ക് തൃപ്തി വന്നിട്ടില്ല. ഞാൻ എന്താ ചെയ്യുക? ഇപ്പൊ എന്നെ ജര ബാധിച്ചാൽ, അകാല ജര ബാധിച്ചാൽ എനിക്കിനി ഈ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ പറ്റില്ലല്ലോ എന്ന് തന്റെ ഒരു നിസ്സഹായമായിട്ടുള്ള അപേക്ഷ പോലെ അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ദേവയാനിയും അത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഉടനെ ശുക്രാചാര്യ പറയുന്ന മറുപടിയാണ് വ്യത്യസ്യതാം യഥാ കാമം വയസാ യോ അഭിദാസ്യതി. എന്താണ്? ആരാണോ യഹ അഭിദാസ്യതി, ആരാണോ നിനക്ക് സന്തോഷമായിട്ട് നൽകാൻ തയ്യാറാവുന്നത്, വയസ യഥാകാമം വ്യത്യസ്യതാം, വയസ അവരുടെ വയസ്സുകൊണ്ട്, യഥാകാമം ഇഷ്ടം പോലെ, വ്യത്യസ്യതാം എക്സ്ചേഞ്ച് ചെയ്താലും, ആരെങ്കിലും അങ്ങയുടെ ജരയെ സ്വീകരിച്ചിട്ട് തന്റെ യൗവനത്തെ തരാൻ തയ്യാറുണ്ടെങ്കിൽ അവരിൽ നിന്ന് യൗവനം സ്വീകരിച്ച് അങ്ങേക്ക് അങ്ങയുടെ ജര അവർക്ക് പകരം കൊടുക്കാവുന്നതാണ് എന്ന് ശാപത്തിനൊരു പരിഹാരം, ശാപമോക്ഷം പെട്ടെന്ന് പ്രസാദിക്കുന്ന ശുക്രാചാര്യര് കൊടുത്തു എന്ന് താല്പര്യം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കോപിക്കും, പെട്ടെന്ന് പ്രസാദിക്കുകയും ചെയ്യും. എന്തായാലും ഇതിപ്പോ ഒരു അബദ്ധമായി. അങ്ങനെ ഇതിലബ്ധവ്യവസ്ഥാന പുത്രം ജ്യേഷ്ഠം അവോചത യഥോ താത പ്രതീക്ഷേ മാം ജരാം ദേഹി നിജം വയഃ മാതാമഹ കൃതാം വത്സ ന തൃപ്തോ വിഷയേഷ്വഹം വയസാ ഭവതീയേന രംസേ കതിപയാ സമാഹ. യയാതി തന്റെ മൂത്ത മകനോട് പറയുന്ന കാര്യങ്ങളാണ്. ഇതി ലബ്ധവ്യവസ്ഥാന പുത്രം ജ്യേഷ്ഠം അവോചത യഥോ താത പ്രതീക്ഷേ മാം ജരാം ദേഹി നിജം വയഃ മാതാമഹ കൃതാം വത്സ ന തൃപ്തോ വിഷയേഷ്വഹം വയസാ ഭവതീയേന രംസ്യേ കതിപയാ സമാഹ. ഇതി ലബ്ധവ്യവസ്ഥാന, ഇങ്ങനെ ലഭിച്ച വ്യവസ്ഥയോടുകൂടിയവൻ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ലഭിച്ചപ്പോൾ, ഒരു എക്സംഷൻ ലഭിച്ചപ്പോൾ, ജ്യേഷ്ഠം പുത്രം അവോചത, യയാതി തന്റെ മൂത്ത പുത്രനോട് ഇപ്രകാരം പറഞ്ഞു. സാധാ വത്സ യഥോ, യഥോ എന്നുള്ളത് യദു എന്നുള്ള ശബ്ദത്തിന്റെ സംബോധനയാണ്. യഥോ എന്ന് പറഞ്ഞാൽ ഹേ യഥോ, അല്ലയോ യദുമോനെ. വത്സ താതാ, നല്ല എന്താ പറയുക, വളരെ അനുനയിപ്പിക്കുന്ന രീതിയിൽ മകനെ വിളിക്കുകയാണ്. എന്നിട്ട് നോക്ക്, മാതാമഹകൃതാം ഇമാം ജരാം, നിന്റെ അമ്മയുടെ അച്ഛൻ ചെയ്ത പണി നോക്ക്. മാതാമഹൻ, ശുക്രാചാര്യര് യദുവിന്റെ മാതാമഹനാണ്, അമ്മയുടെ അച്ഛനാണ്. അപ്പൊ നിന്റെ മാതാമഹ കൃതാം, ഈ എന്റെ ഇമാം ജരാം, എന്റെ ഈ ജീർണാവസ്ഥയെ നീ കാണുന്നില്ലേ? അതിനെ പ്രതീച്ച, നീ സ്വീകരിക്കൂ പ്ലീസ്, പ്രതീച്ച. എന്നിട്ടോ നിജം വയഃ, നിന്റെ വയസ്സിനെ എനിക്ക് തരൂ എന്നൊക്കെ താല്പര്യം. എന്തിനു വേണ്ടിയിട്ടാണ്? വിഷയേഷു അഹം ന തൃപ്തഃ,
വിഷയങ്ങളിൽ ഞാൻ തൃപ്തനല്ല, സുഖവിഷയങ്ങളൊന്നും ഞാൻ അനുഭവിച്ച് മതിയായിട്ടില്ല. അതുകൊണ്ട് ഇനിയും എനിക്ക് കുറെ കാലം കൂടി രമിക്കണം. അതാണ് ഭവതീയേന വയസ കതിപയാഹ സമാഹ രംസ്യേ. അഹം രംസ്യേ, ഞാൻ രമിക്കാം, ഞാൻ രമിക്കട്ടെ. കതിപയേന കതിപയാഹ സമാഹ, കതിപയങ്ങൾ അല്പം അല്ലെങ്കിൽ കുറച്ചു കാലം, കുറച്ച് സംവത്സരങ്ങൾ കൂടി. ഭവതീയേന വയസ്സ, നിന്റേതായിട്ടുള്ള യൗവനം കൊണ്ട് ഞാൻ കുറച്ചുകൂടി സുഖിക്കട്ടെ മോനെ, ഞാൻ കുറച്ചുകൂടി രമിക്കട്ടെ. നിന്റെ യൗവനം എനിക്ക് തരൂ, നീ എന്റെ ജരയെ തൽക്കാലം സ്വീകരിക്കൂ എന്ന് ആ മകനോട്, യദുവിനോട് അപേക്ഷിച്ചു. അതിന്റെ മറുപടിയായിട്ട് യദു പറയുന്നു, യദുരുവാച നോത്സഹേ ജരസാസ്താതും അന്തരാ പ്രാപ്തയാ തവ അവിദിത്വാ സുഖം ഗ്രാമ്യം വൈതൃഷ്ണ്യം നൈതി പൂരുഷഃ. യദുർവാച നോത്സഹേ ജരസാസ്താതും അന്തരാ പ്രാപ്തയാ തവ അവിദിത്വാ സുഖം ഗ്രാമ്യം വൈതൃഷ്ണ്യം നൈതി പൂരുഷഃ. യദു ഉവാച, യദു പറയണം, മറുപടി പറയണം. നോത്സഹേ ജരസാസ്താതും, അഹം ജരസാസ്താതും ന ഉത്സഹേ, ജരയോടുകൂടെ സ്ഥിതി ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഉത്സാഹമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഈ വൃദ്ധനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ, അത് എവിടുന്നുണ്ടായതാണ്? തവ അന്തരാപ്രാപ്തയാ ജരസ, അങ്ങ് മധ്യകാലത്ത് ഇടയ്ക്ക് വന്നു ചേർന്നതാണ്, പ്രാപ്തമായതാണ് അങ്ങയുടെ ജരസ്. അപ്പൊ ഇടക്കാലത്ത് അങ്ങയെ പ്രാപിച്ചതായിട്ടുള്ള ഈ ജരാനരകൾ കൊണ്ട് സ്ഥിതി ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. സ്ഥാതും ന ഉത്സഹേ. കാരണം എന്താ? അവിദിത്വാ സുഖം ഗ്രാമ്യം വൈതൃഷ്ണ്യം നൈതി പൂരുഷ. പറഞ്ഞത് ധർമ്മമാണ്. പൂരുഷ, ഒരു പുരുഷൻ, ഗ്രാമ്യം സുഖം അവിദിത്വ വൈതൃഷ്ണ്യം ന ഏതി. ഗ്രാമ്യം സുഖം അവിദിത്വ, ഗ്രാമ്യസുഖങ്ങളെ, വിഷയസുഖങ്ങൾ ഉള്ളിൽ ആഗ്രഹമുള്ള ഒരു പുരുഷൻ ആ വിഷയങ്ങളെ അറിയാതെ, അത് അനുഭവിക്കാതെ, അവിദിത്വ വൈതൃഷ്ണ്യം നയേതി. വൈതൃഷ്ണ്യം തൃഷ്ണാരാഹിത്യം വൈരാഗ്യം, വൈരാഗ്യത്തെ പ്രാപിക്കുകയില്ല. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തില് അയാൾക്ക് ജന്മനാ തന്നെ വാസനകളൊക്കെ ഉണ്ടെങ്കിൽ, തൃഷ്ണയുണ്ടെങ്കിൽ, വിവാഹം കഴിക്കാനും ആ വൈവാഹിക ദാമ്പത്യ സുഖങ്ങളെല്ലാം അനുഭവിക്കണമെന്നും ആഗ്രഹം ഉള്ളിലുള്ള ഒരാള്, അയാൾക്ക് വൈരാഗ്യം വരില്ല. അപ്പോ അയാൾക്ക് അകാലത്തിൽ ജര സ്വീകരിക്കാൻ അയാൾ സന്നദ്ധനാവില്ല. അതുകൊണ്ട് ഞാൻ തയ്യാറല്ല അച്ഛാ, എനിക്ക് ഇനി വിവാഹം കഴിച്ച് കുറച്ചു കാലം സുഖമായിട്ടൊക്കെ കഴിയണം. എന്തായാലും അച്ഛൻ കുറച്ചു കാലമെങ്കിലും വിവാഹ ജീവിതമൊക്കെ അനുഭവിച്ചു. ഇപ്പൊ അച്ഛൻ അകാലത്തിൽ വന്നു ചേർന്നതാണ് ഈ ജര. അതിനിപ്പോ എന്താ ചെയ്യാ? എന്തായാലും എനിക്ക് സമ്മതമല്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഐ വാണ്ട് ടു ഗെറ്റ് മാരീഡ് ആൻഡ് എൻജോയ് മൈ ലൈഫ്. അല്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുന്നുണ്ട്. ഈ സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അതിൽ വൈതൃഷ്ണ്യം വരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള അറിവുള്ള ആളാണ് യദു. അതുകൊണ്ട് യദുവും മഹാത്മാവ് തന്നെയാണ്. യദുവിലും ദോഷം പറയാനില്ല. അതുകൊണ്ട് അച്ഛൻ എന്നോട് ചോദിക്കരുത്. എനിക്ക് എന്റെ ജീവിതം കൊതി തീർന്നിട്ടില്ല. ഞാൻ കുറച്ച് യൗവനത്തിലാണ്. ഇനിയും വിവാഹമൊക്കെ കഴിച്ച് സുഖമായിട്ട് ആ സുഖങ്ങളൊക്കെ അനുഭവിക്കട്ടെ എന്ന് യദു പറഞ്ഞു. ഉടനെ തന്നെ തുർവസുശ്ചോദിത പിത്ര ദ്രുഹ്യുശ്ച അനുശ്ച ഭാരത പ്രത്യാചക്യുഹു അധർമ്മജ്ഞ ഹ്യനിത്യേ നിത്യബുദ്ധയഃ. തുർവസുശ്ചോദിത പിത്ര ദ്രുഹ്യുശ്ചാനുശ്ച ഭാരത പ്രത്യാചക്യുരധർമ്മജ്ഞ ഹ്യനിത്യേ നിത്യബുദ്ധയഃ. തുർവസുഹു ചോദിത പിത്ര, പിതാവിനാൽ തുർവസു എന്ന യദുവിന്റെ താഴെയുള്ള ദേവയാനി പുത്രൻ ചോദിതനായി, പ്രചോദിതനായി, പ്രേരിതനായി അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു. നെഗറ്റീവാണ് മറുപടി, അതുകൊണ്ട് പറഞ്ഞില്ല. അതാണ് പ്രത്യാചക്യുഹു എന്ന് പറയുന്നത്. പ്രത്യാചക്യുഹു വിപരീതമായി മറുപടി പറഞ്ഞു എന്നർത്ഥം. എതിർത്ത് പറഞ്ഞു, വിപരീതം പറഞ്ഞു എന്നൊക്കെയാണ് പ്രത്യാചക്യുഹു. അപ്പോ തുർവസു, പിന്നെ ദ്രുഹ്യുശ്ച. ദ്രുഹ്യു എന്ന
ശർമ്മിഷ്ഠയുടെ മൂത്തപുത്രനോട് ചോദിച്ചു, അങ്ങേരും പ്രത്യാചക്യുഹു. അനുശ്ച, അനു എന്ന് പറയുന്ന ശർമ്മിഷ്ഠയുടെ രണ്ടാമത്തെ പുത്രനോട് ചോദിച്ചു, അവനും പ്രത്യാചക്യുഹു. ഹേ ഭാരത, പരീക്ഷത്തിനെ ഓർമ്മിപ്പിക്കണം. ഹേ ഭാരത, നീ ഭരതവംശത്തിൽ ജനിച്ചവനല്ലേ, നിനക്ക് ചില കഥകളൊക്കെ അറിയാലോ അല്ലേ? ഭീഷ്മ പിതാമഹന്റെയൊക്കെ കഥ ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ് എന്നൊക്കെയാണ് ഇതിന്റെ സൂചന. നമുക്ക് നോക്കാം. അപ്പൊ പ്രത്യാചക്യുഹു എന്തുകൊണ്ട്? അധർമ്മജ്ഞാഹ എന്ന് പറഞ്ഞു ഇവിടെ. അധർമ്മജ്ഞാഹ എന്ന് പറഞ്ഞാൽ ധർമ്മമറിയാത്തവർ എന്നാണ് ഇവിടെ പ്രയോഗം. എന്തുകൊണ്ടാണത്? അനിത്യേ നിത്യബുദ്ധയ. അനിത്യേ നിത്യബുദ്ധയ, അനിത്യത്തിൽ നിത്യത്വ ബുദ്ധിയോടുകൂടിയവർ. അനിത്യം, ശരീരാദികൾ അനിത്യം, ഈ ലോകമേ അനിത്യം, അത് നിത്യമാണ് എന്നുള്ള ബുദ്ധിയാണ് അസദ്ബുദ്ധി. ആ അസദ്ബുദ്ധിയുള്ളവർക്ക് അവരുടേതായിട്ടുള്ള സ്വാർത്ഥത ഉണ്ടാകും. അതുകൊണ്ട് പരമമായിട്ടുള്ള ധർമ്മം, സന്യാസം അല്ലെങ്കിൽ നിവൃത്തിധർമ്മം, മോക്ഷമാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. കാമത്തെ ജയിക്കണം. അതുകൊണ്ട് കാമത്തെ ഉപേക്ഷിച്ച് വൈരാഗ്യത്തെ സ്വീകരിച്ച് അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടതാണ് മക്കളുടെ ധർമ്മം. അതിലെന്ത് നഷ്ടം വന്നാലും ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നൊക്കെ ചിന്തിക്കണമെങ്കിൽ അത് ശ്രീരാമനെ പോലെ ആവണം. ശ്രീരാമൻ അത്രയും രാമോ വിഗ്രഹവാൻ ധർമ്മ. അച്ഛന്റെ സത്യം പാലിക്കുക, അച്ഛന്റെ വാക്ക് പാലിക്കുക. അതിലൂടെ തനിക്ക് എന്ത് നഷ്ടം വന്നാലും അതൊന്നും തനിക്ക് പ്രശ്നമേ അല്ല. അത് സഹിക്കാൻ താൻ തയ്യാറാണ്. ആ തയ്യാറാണ് അവിടെ മുഖ്യം. ഭീഷ്മരും അങ്ങനെ തയ്യാറാവുന്നുണ്ട്. തന്റെ പിതാവിന് വേണ്ടി തന്റെ സുഖഭോഗങ്ങളൊക്കെ ത്യജിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടാണ് പ്രതിജ്ഞയൊക്കെ എടുത്തത്. പക്ഷേ പിന്നീട് അദ്ദേഹം കുറച്ചൊരു മാറ്റം വരുന്നു. അത് വെച്ചാൽ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുന്നതിന് നിയമങ്ങളുണ്ട്. എങ്ങനെയാണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടത്? ഗുരുവിനെ ശുശ്രൂഷിച്ചോ സന്യാസം സ്വീകരിച്ചോ ആണ്. അത് വെടിഞ്ഞുകൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിൽ തന്നെ താമസിക്കുന്നു. അവിടുത്തെ കാവൽക്കാരനായി തീരുന്നു. പിന്നെ അവിടുത്തെ അടിമയായി തീരുന്നു. കാലക്രമം കൊണ്ട് വിത്തസ്യ ദാസ സർവേഹം സർവേയം എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ധനത്തിന്റെ ദാസന്മാരാണ്, ധനത്തിന്റെ അടിമകളായി തീരുന്നു എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട്. തനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് ഭീഷ്മ പിതാമഹൻ തന്നെ പറയുന്നുണ്ട്. എല്ലാവരും വിത്തത്തിന്റെ ദാസന്മാരായി തീരുന്നു. അപ്പൊ വിത്തത്തിനോട് ദാസ്യം വരാൻ പാടുള്ളതാണോ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിക്ക്? അതെന്തുകൊണ്ട് വന്നു? അത് അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ വ്രതം മറന്നു. ഒന്നുകിൽ ഗുരുകുലത്തിൽ ചെന്ന് ഗുരുവിനെ ശുശ്രൂഷിക്കുക, അതല്ലെങ്കിൽ പരിവ്രാജകനായി സന്യാസിയായി പോവുക. ഇതാണ് നൈഷ്ഠിക ബ്രഹ്മചാരി സ്വീകരിക്കേണ്ട രണ്ട് ലൈഫ് സ്റ്റൈൽ. രണ്ടേ ഉള്ളൂ. മൂന്നാമതൊന്നില്ല. മൂന്നാമത് പുതിയതായിട്ടുണ്ടാക്കിയത് ഇപ്പൊ ഭീഷ്മരാണ്. സനാതനധർമ്മത്തെ ലംഘിച്ചുകൊണ്ട് പുതിയൊരു പാത വെട്ടിത്തുറന്നു ഭീഷ്മർ തന്റെ പൗരുഷം കൊണ്ട് തന്റേതായ വഴിക്ക്. അത് പക്ഷേ അബദ്ധമായിരുന്നു, ശരിയായ വഴി അല്ല. അപ്പോ അവിടെ പിതാവിന്റെ ഇംഗിതം പിതാവ് പറയാതെ തന്നെ അറിഞ്ഞ് സാധിച്ചു കൊടുക്കുന്ന കേമനായിട്ടുള്ളൊരു പുത്രനായിട്ടാണ് ദേവന്മാർ അദ്ദേഹത്തെ പുഷ്പവൃഷ്ടി ചെയ്ത് വാഴ്ത്തിയത്. അത് ആ നിമിഷത്തെ അദ്ദേഹത്തിന്റെ ആ വൈരാഗ്യ പ്രകടനം കൊണ്ടാണ്. പിന്നീട് ആ വൈരാഗ്യം അദ്ദേഹം കൈവിടുന്നു. പിന്നീട് അദ്ദേഹത്തിന് പതനം സംഭവിക്കുന്നു. അത് ശരശയ്യയിലേക്കുള്ള പതനം വരെ ആയിത്തീരുന്നു. അങ്ങനെ പതിക്കാൻ പാടില്ലാത്തതായിരുന്നു. അതിന് രാമനെയായിരുന്നു ഭീഷ്മർ പിന്തുടരേണ്ടിയിരുന്നത്. അപ്പോ ചിന്തിക്കാം. അപ്പൊ ഇതാണ് പ്രത്യാചക്യുഹു അധർമ്മജ്ഞാഹി അനിത്യേ നിത്യബുദ്ധയ. ഈ അനിത്യമായിട്ടുള്ള ശരീരാദികളിൽ, ലോകത്തിൽ, വിഷയങ്ങളിൽ നിത്യബുദ്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളില് കാമമുണ്ടാകും. ആ കാമത്തെ
എന്താ പറയുക, നിയന്ത്രിക്കാൻ പ്രയാസമായിരിക്കും പലർക്കും. അപ്പൊ അത് അനുഭവിച്ച് തന്നെ അതിൽ വൈരാഗ്യം വരണം. വിവേകപൂർവം അനുഭവിക്കുമ്പോഴേ വൈരാഗ്യം വരുള്ളൂ. അതാണ് ഇനി യയാതിയുടെ കഥയിലൂടെ കാണാനിരിക്കുന്നത്. യയാതിയുടെ കഥ ആ ഒരു അനുഭവിച്ചിട്ടും മതിവരാതെ പിന്നീട് വിവേകം വന്ന് മതിയായി വൈരാഗ്യത്തോടുകൂടി എല്ലാം ഉപേക്ഷിക്കുന്ന യയാതിയെ കാണിച്ചു തരികയാണ്. അപ്പോ എല്ലാവർക്കും യയാതിയെ പോലെ ചാൻസ് കിട്ടുമോ ജീവിതത്തില്? കഥയിലിപ്പോ യയാതിക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ അനുഭവിക്കാൻ കിട്ടി, രണ്ടാമതും ഒരു യൗവനം കിട്ടി. നമുക്കൊക്കെ അതിനുള്ള യോഗമുണ്ടോ? നമുക്ക് ഒരിക്കൽ ജരാനര ബാധിച്ചാൽ പിന്നെയും ആരെങ്കിലും നമുക്ക് ജരാനര മാറി യൗവനം തരാനുണ്ടോ? നമുക്ക് ആയുസ് 100 വർഷത്തിൽ കൂടുതൽ പിന്നെയും നീട്ടിക്കിട്ടാനുള്ള വല്ല വഴിയുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ യയാതിയെ പോലെ ആവാനല്ല ശ്രമിക്കേണ്ടത്. വിവേക വൈരാഗ്യങ്ങൾ വളർത്തിയെടുത്ത്, വേഗത്തിൽ വളർത്തിയെടുത്ത്, കഴിയുന്നത്ര വേഗത്തിൽ വളർത്തിയെടുത്ത് യയാതിയുടെ അവസാനത്തെ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് അതേ രീതിയിൽ വിരക്തരായി നമ്മുടെ ജീവിത ലക്ഷ്യത്തെ നേടേണ്ടതാണ് എന്നതാണ് അതിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിർത്താം. 41-ാം ശ്ലോകത്തോടെ നിർത്താം. ഇനി ഇതിൽ 10 ശ്ലോകമുണ്ട്. വരുന്ന അധ്യായത്തിലും കഥ അത് തന്നെയാണ് തുടരുന്നത്, യയാതി ചരിതം തന്നെയാണ്. എന്തായാലും അടുത്ത ക്ലാസ്സിൽ ബാക്കി കാണാം. തുർവസുശ്ചോദിതഃ പിത്രാ ദ്രുഹ്യുശ്ചാനുശ്ച ഭാരത പ്രത്യാചക്യുരധർമ്മജ്ഞാ ഹ്യനിത്യേ നിത്യബുദ്ധയഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അപ്പൊ നാളെയും കാലത്തുണ്ടാവില്ല, വൈകുന്നേരം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.